വിഭാഗങ്ങളെയും കൊന്നൊടുക്കിക്കൊണ്ട് രാജ്യത്ത് അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന RSS എന്ന ഭീകര സംഘടനയെ പിടിച്ചുകെട്ടാൻ ഈ രാജ്യത്തെ ഓരോ പൗരന്മാരുടെയും ബാധ്യതയാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അതിനായി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഈ ക്യാമ്പയിൻ തുടങ്ങിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായി തായ്ക്കാട്ടുകര പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ തായ്ക്കാട്ടുകര ഏരിയ സംഘടിപ്പിച്ച ഈ പരിപാടി ഇതിലേക്ക് സ്വാഗതം പറയുക എന്നുള്ളതാണ് എന്റെ ഉത്തരവാദിത്വം. ഈ പരിപാടിയുടെ അധ്യക്ഷൻ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ തായ്ക്കാട്ടുകര ഏരിയ സെക്രട്ടറി ബഷീർ, അദ്ദേഹത്തെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ഈ പരിപാടിയുടെ വിഷയാവതരണം മുഖ്യ പ്രഭാഷണം നടത്തുന്നതിനായി ഇവിടെ എത്തിച്ചേർന്ന സഹോദരൻ ഫൈസൽ ഈരാട്ടുപേട്ട, അദ്ദേഹത്തിന് ഞാൻ എന്റെ ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുന്നു. നാട്ടുകാർ മുഴുവൻ ആളുകൾക്കും ഞാൻ ഹൃദ്യമായ സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. സഹോദരൻ ഫൈസലിനെ ക്ഷണിച്ചു. വസ്സലാത്തു വസ്സലാമു അംരി അഹദുൽ ഖദത മിൻ ലിസാനി യഫ്ഖഹു. ഈ നാട്ടിലെ ജനാധിപത്യ മതേതര വിശ്വാസികൾക്ക് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ 1000 വിപ്ലവ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. സംസ്ഥാന വ്യാപകമായി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ സംഘടിപ്പിച്ചു വരുന്ന RSS ഭീകരതയ്ക്കെതിരെ ജാഗ്രതാ മാർച്ചും പൊതു യോഗങ്ങളും പോപ്പുലർ ഫ്രണ്ട് സംഘടിപ്പിച്ചു വരികയാണ്. നമുക്കറിയാം, നമ്മളുടെ രാജ്യം ഒരു കലുഷിതമായൊരു സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനങ്ങളുടെ അവസാനത്തെ ആണിക്കല്ലും ഇളക്കുവാനുള്ള ശ്രമം RSS നടത്തിക്കൊണ്ടിരിക്കുകയാണ് രാജ്യത്ത്. ഇത്തരമൊരു സാഹചര്യത്തില് രൂപീകരണ തുടൽ RSSനെ പ്രതിരോധിക്കാനും RSSനെ തുറന്നു കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. ഈ നാട്ടിലെ നല്ലവരായ ജനാധിപത്യ മതേതര വിശ്വാസികൾക്ക് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ കുറിച്ച് നന്നായി ബോധ്യമുണ്ട്. ഈ രാജ്യത്ത് ഞങ്ങള് കഴിഞ്ഞ 1/4 നൂറ്റാണ്ട് കാലമായി ഇന്ത്യ രാജ്യത്ത് ഞങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. രാജ്യത്ത് സ്വാതന്ത്ര്യ ലഭ്യതയുടെ 6.5 പതിറ്റാണ്ട് ഇന്ത്യ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളായ അതിൽ പ്രബലരായ ഇന്ത്യയിലെ മുസ്ലിം സമുദായം ഉൾപ്പെടെയുള്ള പാർശ്വവൽകൃത ജനതയുടെ പ്രാർത്ഥനയുടെ അവരുടെ ഫലമായി രൂപം കൊണ്ടൊരു പ്രസ്ഥാനമാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിലെ ജനാധിപത്യ മതേതര വിശ്വാസികൾ മനസ്സിലാക്കേണ്ടതുണ്ട്, കഴിഞ്ഞ 1/4 നൂറ്റാണ്ട് കാലം ഇന്ത്യയിൽ ഒരു പ്രസ്ഥാനവും അഭിമുഖീകരിക്കാത്ത പ്രതിസന്ധിയും പ്രയാസങ്ങളും നേരിട്ട് തരണം ചെയ്ത് മുന്നോട്ടു പോകുന്ന ഒരു പ്രസ്ഥാനം, ഒരു യാത്രാ സംഘമാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. ഈ പ്രസ്ഥാനത്തെ തടസ്സപ്പെടുത്തുവാനും ഇല്ലായ്മ ചെയ്യുവാനും ഭരണകൂടങ്ങളും അവരുടെ അധികാര കേന്ദ്രങ്ങളും അവരുടെ വാറോലകളും ഒക്കെ ഈ സംഘത്തിനെതിരെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും ആകാശഭൂമികളുടെ തമ്പുരാന്റെ അനുഗ്രഹത്തോടുകൂടി ഇതിന്റെ പ്രയാണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്.
പ്രതിസന്ധികളെ തട്ടി നിരത്തിക്കൊണ്ട് ഈ സംഘം യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇന്ത്യ രാജ്യത്ത് RSS എണ്ണിപ്പറയുന്നവരുടെ ഒന്നാമത്തെ ശത്രുവിന്റെ പട്ടികയില് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർ മുന്നോട്ട് പോകുകയാണ്. ഇന്ത്യയിൽ RSS എവിടെ പൊതുയോഗം നടത്തിയാലും, കേരളത്തിലാണെങ്കിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലാണെങ്കിലും എവിടെയാണെങ്കിലും RSSകാരൻ ഒന്നാമതും രണ്ടാമതും അവരുടെ ശത്രു പട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയാണ്. പോപ്പുലർ ഫ്രണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കഴിഞ്ഞ 1/4 നൂറ്റാണ്ട് കാലം ഇന്ത്യ രാജ്യത്തെ ജനങ്ങളോട് RSSനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. RSS എന്താണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. RSSന്റെ അപകടങ്ങൾ എന്താണ് എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 2014 ഇന്ത്യ രാജ്യം അഭിമുഖീകരിക്കാൻ വേണ്ടി പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പില് രാജ്യത്തെ ജനങ്ങളോട് പോപ്പുലർ ഫ്രണ്ട് ക്യാമ്പയിൻ നടത്തിയിട്ട് പറഞ്ഞു, RSS നിയന്ത്രിക്കുന്ന BJP സർക്കാർ, നരേന്ദ്രമോദി സർക്കാർ ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദത്തിലെത്തിയിട്ടുണ്ടെങ്കിൽ വരുന്നൊരു തലമുറക്ക് ഇന്ത്യ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമായിരുന്നു എന്ന് പറയേണ്ട ഒരു അപകടകരമായ സാഹചര്യത്തിലൂടെ ഇന്ത്യ രാജ്യത്ത് RSS കടത്തിക്കൊണ്ടുപോകും. രാജ്യത്തിന്റെ മുഴുവൻ വിഭവങ്ങളിലും RSSന്റെ സ്വാധീന വലയം തീർക്കുന്ന ഒരു കാലം ഇന്ത്യ രാജ്യം സാക്ഷ്യവൽക്കരിക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞു. ക്യാമ്പയിനിലൂടെ രാജ്യത്തെ ജനങ്ങളോട് ഞങ്ങൾ വിളിച്ചു പറഞ്ഞു, ഇവിടത്തെ മതേതര പ്രസ്ഥാനങ്ങളോട് ഞങ്ങൾ പറഞ്ഞു, ഇവിടത്തെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളോട് പോപ്പുലർ ഫ്രണ്ട് പറഞ്ഞു, RSS രാജ്യത്തിന് ഭീഷണിയാണ്. RSS ഇന്ത്യ രാജ്യത്തിന്റെ അധികാരത്തിന്റെ നവമണ്ഡലങ്ങളിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രപതി RSSകാരനായി മാറുന്ന ഒരു കാലം വരും. ഇന്ത്യ രാജ്യത്തിന്റെ ഉപരാഷ്ട്രപതി RSSകാരനായി മാറേണ്ടി വരും. ഇന്ത്യ രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി അവരെ RSS നിയന്ത്രിക്കുന്ന ഒരു താല്പര്യത്തിലേക്ക്, അല്ലെങ്കിൽ RSS നിയന്ത്രിക്കുന്ന ജഡ്ജിമാര് ഇന്ത്യ രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠങ്ങളിൽ എത്തുന്ന ഒരു സാഹചര്യം ഇന്ത്യ രാജ്യത്ത് സജ്ജമാകുമെന്ന് പറഞ്ഞപ്പോ ഇന്ത്യ രാജ്യത്തിന്റെ പട്ടാളത്തെ കരസേനയും നാവികസേനയും വ്യോമസേനയും ഒരു സൈനിക കമാൻഡറിന്റെ കീഴിൽ ഏകീകരിച്ചുകൊണ്ട് രാജ്യത്ത് സൈനിക സംവിധാനങ്ങളെ വരെ RSSന്റെ പിടിയിൽ അമർത്തുമാറ് രാജ്യത്ത് RSS കടത്തിക്കൊണ്ടുപോകുമെന്ന് പോപ്പുലർ ഫ്രണ്ട് രാജ്യത്തോട് പറഞ്ഞപ്പോ, രാജ്യത്തിന്റെ നിയമ സംവിധാനങ്ങളോട് പറഞ്ഞപ്പോ, രാജ്യത്തിന്റെ പട്ടാളം മാത്രമല്ല രാജ്യത്തെ മുഴുവൻ ഗവർണർമാരും RSS സ്വാധീനവൽക്കരിക്കുന്ന ഒരു കാലം ഇന്ത്യ രാജ്യത്ത് വരാനിരിക്കുന്നു എന്ന് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ 2014 പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് വരെ ഇവിടത്തെ ഇടത് വലത് മുന്നണികളോട് പറഞ്ഞു, ഇവിടത്തെ കോൺഗ്രസുകാരനോട് പറഞ്ഞു, ഇവിടത്തെ മാർക്സിസ്റ്റുകാരനോട് പറഞ്ഞു, ഇവിടത്തെ സോഷ്യലിസ്റ്റുകാരനോട് പറഞ്ഞു, രാജ്യത്തെ മുഴുവൻ വരുന്ന രാഷ്ട്രീയക്കാരോടും പറഞ്ഞു, RSSനെ പ്രതിരോധിക്കാൻ RSS ഇന്ത്യയുടെ ക്യാൻസറാണ്. RSS രാജ്യവിരുദ്ധ ശക്തികളുടെ താല്പര്യത്തിനൊപ്പം പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ്. RSS രാജ്യം നടുക്കിയ മുഴുവൻ വരുന്ന കലാപങ്ങളിലും രാജ്യത്ത് നടുക്കിയ മുഴുവൻ സ്ഫോടനങ്ങളിലും RSSന്റെ പങ്കുണ്ട്. അതുകൊണ്ട് ഈ RSSന്റെ വരവിനെ തടയാൻ ഇന്ത്യയിലെ പ്രബുദ്ധരായ ജനങ്ങളുടെ ഐക്യപ്പെടുത്തി ഇവിടത്തെ മതേതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒന്നിച്ചു പോയിട്ടില്ലെങ്കിൽ നാളെ നമ്മൾ ഖേദിക്കേണ്ടി വരും. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് എന്ന് പറയേണ്ട ഒരു സാഹചര്യത്തിലൂടെ രാജ്യം പോകുമെന്ന് ഞങ്ങൾ പറഞ്ഞു. അന്ന് പരസ്പരം പ്രധാനമന്ത്രിയാകാൻ പലരും മത്സരിച്ചു. പലരും അന്ന് ഇന്ത്യ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിയാകാൻ പലരും മത്സരിച്ചു. പലരും ഇന്ത്യയുടെ അധികാരത്തിന്റെ നവമണ്ഡലങ്ങളുടെ കസേരകളിൽ നിന്ന് രാജ്യത്തെ നിയന്ത്രിക്കാൻ പലരും കൊതിച്ചു. മാറി മാറി ഭരിച്ചപ്പോൾ RSS നിയന്ത്രിക്കുന്ന, RSSന്റെ താല്പര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു പ്രധാനമന്ത്രി ഇന്ത്യ രാജ്യത്ത് വന്നു എന്ന് ദീർഘവീക്ഷണത്തോടുകൂടി ഞങ്ങളുടെ കരിഷ്മയുള്ള അന്നത്തെ സംഘടനയുടെ ലീഡർമാര് രാജ്യത്തോട് വിളിച്ചു പറഞ്ഞത്, രാജ്യത്തിന്റെ മുഴുവൻ വിഭവങ്ങളും RSS വൽക്കരിക്കപ്പെടും, രാജ്യത്തിന്റെ മുഴുവൻ സംവിധാനങ്ങളിലേക്കും RSS കയറുമെന്ന് പറയുമ്പോൾ ഇന്ന് എവിടെയാണ് പ്രിയപ്പെട്ടവരെ ഈ നാട്ടിലെ കുന്നത്തേരിയിലെ ജനാധിപത്യ മതേതര വിശ്വാസികളോട് ഞങ്ങൾക്ക് ചോദിക്കാൻ ഇന്നെല്ലാവരും സങ്കടത്തിലാണ്. ഇന്ത്യയുടെ രാഷ്ട്രപതി ആരാണെന്ന് ചോദിക്കുമ്പോൾ
അത് RSSകാരനാണെന്ന് പറയേണ്ടി വരും. ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ആരാണെന്ന് ചോദിക്കുമ്പോൾ അത് RSSകാരനാണെന്ന് പറയേണ്ടി വരും. രാജ്യത്തിന്റെ മുഴുവൻ സംവിധാനങ്ങളും RSSന് പൂർണ്ണമായി കീഴടങ്ങുന്ന രീതിയിലേക്ക് രാജ്യത്തിന്റെ മുഴുവൻ സംവിധാനങ്ങളും അധപ്പതിച്ചു പോയൊരു സാഹചര്യത്തിലൂടെയാണ് ഈ രാജ്യം പോകുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, കലുഷിതമായ ഒരു സാഹചര്യത്തിലൂടെ ഇന്ത്യ രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് RSSനെതിരെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഇങ്ങനെ ഒരു കാമ്പയിനുമായി മുന്നോട്ട് പോകുന്നത്. നമ്മുടെ രാജ്യം എവിടെയാണ് എത്തി നിൽക്കുന്നത്? രാജ്യത്തിന്റെ നിയമനിർമ്മാണ സംവിധാനങ്ങളിൽ രാജ്യത്ത് തീരുമാനങ്ങൾ പറയേണ്ട നമ്മളുടെ രാജ്യത്തിന്റെ അവസാനത്തെ വാക്കായ ഇന്ത്യ രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയുടെ ജഡ്ജിമാര് പോലും RSSന് വിധേയമായി കൊണ്ടിരിക്കുന്നു. ലോകരാജ്യങ്ങളുടെ മുന്നിൽ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതരത്വ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുമ്പോൾ കറുത്തവനും വെളുത്തവനും ഒക്കെ ഒരേ തീരുമാനങ്ങളും ഒരേ നിയമങ്ങളും ഒരു സംവിധാനങ്ങളും ഒരേ പരിരക്ഷയുമാണ് രാജ്യത്തുള്ളത് എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുമ്പോൾ തന്നെ ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ ഇന്ത്യ രാജ്യത്തിന്റെ നിയമ സംവിധാനത്തിന്റെ അവസാനത്തെ അത്താണിയായിരുന്ന സുപ്രീം കോടതിയുടെ അവസാനത്തെ കല്ല് പോലും ഇളക്കി മാറ്റി RSSകാർ. രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി മോഡി സർക്കാരിന്റെ ആദ്യത്തെ വരവിലായിരുന്നില്ലേ, രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യത്തെ ടൈമിലാണ് ദീപക് മിശ്ര എന്ന് പറയുന്ന രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠത്തിലെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിന്റെ മുഖത്ത് നോക്കിയിട്ട് ദില്ലിയിൽ വാർത്താ സമ്മേളനം വിളിച്ചിട്ട് കുര്യൻ ജോസഫിനെ പോലെ ജസ്റ്റിസ് ചലമേശ്വരനെ പോലുള്ള പ്രൊഫഷണാലിറ്റി ഉള്ള രാജ്യത്തെ സഹ ജഡ്ജിമാര് വാർത്താ സമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു, ദീപക് മിശ്ര RSS നിയന്ത്രണത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ദീപക് മിശ്രയെ നിയന്ത്രിക്കുന്നതും അയാള് പ്രത്യേക വിധികൾ പറയുവാൻ വേണ്ടി മോഹൻ ഭഗവതിന്റെയും അമിത്ഷയുടെയും ഒക്കെ അനുവാദത്തോടുകൂടി മാത്രമാണ് ഈ വിധി പറയുന്നതെന്ന് രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി സുപ്രീം കോടതിയുടെ സഹജഡ്ജിമാർ അദ്ദേഹത്തിന്റെ സഹജഡ്ജിമാര് രാജ്യതലസ്ഥാനത്ത് വാർത്താ സമ്മേളനം വിളിച്ചു പറയുമ്പോൾ ഇന്ന് സുപ്രീം കോടതിയുടെ ജഡ്ജിമാരെ തീരുമാനിക്കുന്ന സീനിയോറിറ്റി വെച്ചല്ല, RSSന് താല്പര്യമുള്ളവരെ RSSകാര് ജഡ്ജിമാരാക്കി മാറ്റുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മളുടെ രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയുമല്ലോ രാജ്യത്ത് വന്നുകൊണ്ടിരിക്കുന്ന വിധികളും തീരുമാനങ്ങളും ഒക്കെ എന്താണ് രാജ്യത്തുള്ളത് എന്ന് എന്നെക്കാൾ നന്നായിട്ട് ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികൾക്കറിയും, സോഷ്യൽ ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കറിയും. രാജ്യത്ത് ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ടതിന്റെ തകർച്ചയുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ച നിപഹാർ കമ്മീഷൻ റിപ്പോർട്ട് രാജ്യത്തിന്റെ പാർലമെന്റ് കുറ്റക്കാരെ കുറിച്ച് കൃത്യമായി ചൂണ്ടിക്കാണിക്കുമ്പോൾ തന്നെ അദ്വാനി കുറ്റക്കാരനാണ്, ഉമാഭാരതി കുറ്റക്കാരിയാണ്, അശോക് സിംഗാൾ കുറ്റക്കാരനാണ്, വിനയ് കത്തിയാർ കുറ്റക്കാരനാണ്. എണ്ണി RSSന്റെ നേതാക്കന്മാരെയും അവരുടെ സൈദ്ധാന്തികന്മാരെയും ലാൽകൃഷ്ണ അഡ്വാനിയെയും ഒക്കെ രാജ്യത്ത് കണ്ടെത്തിക്കൊണ്ട് കുറ്റക്കാരനാണെന്ന് പറയുമ്പോൾ അലഹബാദ് ഹൈക്കോടതി 32 പ്രതികളെയും വെറുതെ വിട്ടുകൊണ്ട് തെളിവില്ല എന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ വിടുന്ന ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ രാജ്യത്ത് കണ്ടെങ്കിൽ ആ ജഡ്ജിയുടെ പശ്ചാത്തലവും എത്തി നിൽക്കുന്നത് RSSന്റെ ആലയത്തിലാണെന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മളുടെ രാജ്യം എവിടെയാണ് എത്തി നിൽക്കുന്നത്? നിങ്ങൾക്കറിയില്ലേ, ഇന്ത്യയെ നമ്മളെല്ലാം ഉറ്റുദൃക്ഷ മാധ്യമങ്ങളിലൂടെ ഉറ്റുനിന്ന ബാബരി മസ്ജിദിന്റെ വിധിയുമായി ബന്ധപ്പെട്ടിട്ട് അതിന്റെ വിധി എന്താണ് എന്താണ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് പറഞ്ഞത്? നമ്മൾ ഉറ്റുനോക്കി ബാബരി മസ്ജിദിന്റെ മിനാരങ്ങളിൽ നിന്നവിടെ ക്ഷേത്രങ്ങളില്ല എന്ന് പറഞ്ഞു. ആർക്കോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നടത്തിയ ഖനന മനനത്തില് ഒരു തെളിവുകൾ പോലും, ഒരു പുരാവസ്തു പോലും, ഒരു ശിലകൾ പോലും, ഒരു വിഗ്രഹങ്ങൾ പോലും കണ്ടെത്തിയിട്ടില്ല എന്ന് രാജ്യത്തോട് തന്നെ രഞ്ജൻ ഗൊഗോയ് വിളിച്ചു പറയുമ്പോൾ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ പവിത്രമായ സുപ്രീം കോടതിയിൽ നിന്ന് പോലും ഈ രാജ്യത്ത് ബാബരി മസ്ജിദ് പൊളിച്ചത് തെറ്റാണ്, ബാബരി മസ്ജിദ് പൊളിച്ചത് തെറ്റാണ്, അതിന്റെ ജനാധിപത്യത്തിന്റെ പ്രതീകമായിരുന്നു, അതിന്റെ മതേതരത്വത്തിന്റെ പ്രതീകമായിരുന്നു, ആ ബാബരി മസ്ജിദ് പൊളിച്ചത് തെറ്റാണ് എന്ന് നാഴികൾക്ക് 40 വട്ടം പറഞ്ഞിട്ട് പൊളിച്ചവരെയൊക്കെ ശിക്ഷിക്കണമെന്ന്
പറഞ്ഞ അതേ സുപ്രീം കോടതി RSSന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി, RSSന് വേണ്ടി, ഭൂരിപക്ഷ വികാരങ്ങൾക്ക് വേണ്ടി ബാബറി മസ്ജിദിന്റെ മിനാരത്തിന്റെ കുപ്പകൾ തകർത്ത അതേ സ്ഥലത്ത് തന്നെ ഇന്ത്യൻ ജനാധിപത്യ സംവിധാനങ്ങളുടെ മുഴുവൻ വിഭവങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് എന്റെയും നിങ്ങളുടെയും വിയർപ്പിന്റെ അംശം വച്ചുന്ന ഇന്ത്യ രാജ്യത്തിന്റെ പൊതുഖജനാവിൽ നിന്ന് കോടിക്കണക്കിന് രൂപ മുടക്കിക്കൊണ്ട് രാമക്ഷേത്രം നിർമ്മിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്, ഭൂരിപക്ഷ വികാരത്തെ മാനിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്, വിശ്വാസി സമൂഹത്തിന്റെ വികാരത്തെ മാനിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് രഞ്ജൻ ഗൊഗോയിയുടെ വിധി വന്നു. പ്രിയപ്പെട്ട കുന്നത്തേരിയിലെ ജനാധിപത്യ വിശ്വാസികളെ, ഇന്നെവിടെയാണ് രഞ്ജൻ ഗൊഗോയി ഉള്ളത് എന്ന് ചോദിക്കുമ്പോൾ, അയാൾ വിരമിച്ചതിന് ശേഷം, സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് സ്ഥാനത്ത് നിന്ന് വിരമിച്ചതിന് ശേഷം അയാൾ പോയത് നാഗ്പൂരിലെ RSSന്റെ ആലയത്തിലാണ് പോയത്. അയാൾ ഇന്ന് മധ്യപ്രദേശിൽ നിന്നുള്ള BJPയുടെ രാജ്യസഭ MP ആണ് രഞ്ജൻ ഗൊഗോയി. ആരാണിത്? സുപ്രീം കോടതിയുടെ പരമോന്നത നീതിപീഠത്തിൽ ഇരുന്ന, രാജ്യത്തിന്റെ സംവിധാനങ്ങളെ സംരക്ഷിക്കേണ്ട, രാജ്യത്തിന്റെ ജനങ്ങളുടെ നിയമ സംവിധാനങ്ങൾ ഉറപ്പുവരുത്തേണ്ട സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് എന്ന RSS ആലയത്തിലാണ്. അദ്ദേഹത്തിന്റെ ആത്മകഥ ഈ അടുത്തിടെ പുറത്ത് വന്നു ഞാനും നിങ്ങളും വായിച്ചവരാണ്, വീഡിയോകളിലൂടെ കണ്ടവരാണ്. ബാബരി മസ്ജിദിന്റെ വിധി പറഞ്ഞതിനു ശേഷം വൈകുന്നേരത്തിന്റെ നിശാസന്ധി ഒരുക്കിയിട്ട് പാട്ടും നൃത്തവും മുടുതുണിയുമില്ലാത്ത പെണ്ണുങ്ങൾ അഴിഞ്ഞാടിയ പാട്ട് നൃത്തങ്ങൾ നടത്തി മദ്യക്കുപ്പികൾ ഞങ്ങൾ ഒഴുക്കി അതിൽ ആനന്ദിച്ചു എന്ന് ദീപക് മിശ്ര പറഞ്ഞെങ്കിൽ അതിന്റെ സ്പോൺസർഷിപ്പ് RSS ആയിരുന്നു എന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, രാജ്യത്തെ സംരക്ഷിക്കേണ്ട, രാജ്യത്തിന്റെ ജനങ്ങളുടെ നിയമപരിരക്ഷ ഉറപ്പുവരുത്തേണ്ട ഒരു ജഡ്ജി പോലും ഇന്ന് RSSന്റെ പക്ഷത്താണ് നിൽക്കുന്നത്. നമ്മൾ എവിടെയാണ്, ആരിലാണ് നമ്മൾ പ്രതീക്ഷ അർപ്പിക്കേണ്ടത്? കുന്നത്തേരിയിലെ ജനാധിപത്യ വിശ്വാസികളോട് ചോദിക്കാൻ, നമ്മൾ ആരുടെ അടുക്കലേക്കാണ് പോവേണ്ടത്? ഏത് സംവിധാനങ്ങളിലാണ് നമ്മൾ പ്രതീക്ഷ അർപ്പിക്കേണ്ടത്? ഏത് ഏമാന്മാരുടെ മുമ്പിലാണ് നമ്മൾ പോവേണ്ടത്? ഏത് രാഷ്ട്രീയക്കാരന്റെ കൊടിയാണ് നമ്മൾ പിടിക്കേണ്ടത്? ഏത് പ്രസ്ഥാനത്തിന് വേണ്ടിയാണ് നമ്മൾ സിന്ദാബാദ് വിളിക്കേണ്ടത്? ഏത് നേതാവിനെയാണ് പ്രധാനമന്ത്രി പദത്തിലെത്തിക്കേണ്ടത്? ആരാണ് നമ്മുടെ പ്രശ്നങ്ങളൊന്ന് പങ്കുവെക്കാൻ പോലും ആരുമുണ്ടായിരുന്നില്ല. കോടിക്കണക്കിന് വരുന്ന ഇന്ത്യൻ ജനത സുപ്രീം കോടതിയുടെ വിധിയിൽ തലതാഴ്ത്തിപ്പോയപ്പോൾ കോൺഗ്രസിന്റെ നിലപാടെന്താ? പ്രിയങ്ക ഗാന്ധിയുടെ നിലപാടെന്താ? രാമക്ഷേത്രം നിർമ്മിക്കണമെന്നാണ് പറഞ്ഞത്, ഇല്ലേ? CPMന്റെ നിലപാടെന്താ? അവിടെ രാമക്ഷേത്ര നിർമ്മാണത്തിന് ഞങ്ങൾ എതിരല്ല എന്നാണ് പോളിറ്റ്ബ്യൂറോയുടെ പത്രക്കുറിപ്പ് ഇറക്കിയത്, അല്ലേ? കമൽനാഥിനെ പോലെ ഇന്ത്യ രാജ്യത്തിന്റെ ജനാധിപത്യ പ്രക്രിയയില് RSSനെതിരെ പലപ്പോഴും ശബ്ദങ്ങൾ ഉണ്ടാക്കിയ മാലേഗാവും മക്ക മസ്ജിദും സംജാത എക്സ്പ്രസും ഒക്കെ ഉണ്ടായപ്പോ, സ്ഫോടനത്തിന്റെ താണ്ഡവ പരമ്പര രാജ്യത്തെ പിടിച്ചു കുലുക്കിയപ്പോ രാജ്യത്ത് ആവേശം കൊടുത്ത് RSSനെതിരെ പറഞ്ഞ ദിഗ്വിജയ് സിംഗിനെ പോലുള്ള ആളുകള് തറക്കല്ലിടിയിലിന്, രാമക്ഷേത്രത്തിന്റെ തറക്കല്ലിടിയിലിന് വിളിക്കാത്തതിന്റെ പരിഭവങ്ങൾ പങ്കുവെക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മളുടെ രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആരിലാണ് നമ്മൾ പ്രതീക്ഷ അർപ്പിക്കേണ്ടത്? നിങ്ങളൊന്ന് ആലോചിക്കണം. വീണ്ടും ബാബരി മസ്ജിദ് പൊളിച്ചവിടെ രാമക്ഷേത്രത്തിന്റെ പണിക്ക് പ്രധാനമന്ത്രി തന്നെ നേരിട്ട് വഹിക്കണമെന്ന്, പ്രധാനമന്ത്രി തന്നെ അതിന്റെ മേൽനോട്ട പ്രക്രിയയും അതിന്റെ ശിലാന്യാസത്തിനും അതിന്റെ തറക്കല്ലിടിയിലും പ്രധാനമന്ത്രി തന്നെ അതിന് നേതൃത്വം വഹിക്കണമെന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങള് സുപ്രീം കോടതിയുടെ ജഡ്ജി തന്നെ പറയുന്നു എങ്കിൽ, ഇന്നിതാ രാജ്യത്ത് ബാബരി മസ്ജിദിന് ശേഷം മധുരയിലെ പള്ളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവകാശവാദവുമായി RSS വന്നിരിക്കുകയാണ്. കോടതി കേസ് കൊടുത്തവന്റെ ഫയൽ സ്വീകരിച്ചു. കേസ് അന്വേഷിക്കാൻ വേണ്ടി ആർക്കോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയോട് പറഞ്ഞിരിക്കുന്നു, സുപ്രീം കോടതി ജഡ്ജി പറഞ്ഞിരിക്കുന്നു. ആ കേസുമായി ബന്ധപ്പെട്ട് ഫയൽ സ്വീകരിച്ച കോടതി പറഞ്ഞിരിക്കുന്നു അന്വേഷിക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ ആരിലാണ് സഹോദരങ്ങളെ പ്രതീക്ഷ അർപ്പിക്കേണ്ടത്? ഈ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കലുഷിതമായ സാഹചര്യത്തിലൂടെയാണ് നമ്മളുടെ രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പട്ടാളത്തിൽ നിന്ന് വിരമിക്കുന്നവനൊക്കെ രാജ്യത്തിൽ നിന്ന് RSSലേക്ക് പോകുന്നു. ഈ കേസ് ഇങ്ങനെ നിങ്ങൾക്ക് അറിയുമല്ലോ, UPA ഒക്കെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കരസേനാ മേധാവി VK സിംഗ് ഇന്ന് BJPയുടെ MP ആയിരിക്കുകയാണ്.
രാജ്യത്തിന്റെ മുഴുവൻ വിഭവങ്ങളും RSS വൽക്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ നമ്മളുടെ രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ RSSനെതിരെ ശബ്ദിക്കുന്നവരെയൊക്കെ തടഞ്ഞു പിടിച്ചുകൊണ്ട് ജയിലറകളിൽ അടക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനതിലേക്കൊന്നും പോകുന്നില്ല. UP-യിൽ നടന്നുകൊണ്ടിരിക്കുന്ന മുസ്ലിം വിരുദ്ധ കലാപങ്ങളുടെ പേക്കൂത്തുകൾ ഇന്നലകളിൽ നമ്മൾ കഴിഞ്ഞുപോയതാണ്, കണ്ടവരാണ്, കേട്ടവരാണ്. അല്ലെ, ഫിറോസിന്റെയും അൻഷാദിന്റെയും ഒക്കെ കുടുംബം, തങ്ങളുടെ പ്രിയ ഫിറോസിന്റെയും അൻഷാദിന്റെയും ഭാര്യമാർ, ഉമ്മമാർ അവരുടെ മക്കളെ കാണാൻ വേണ്ടി പോയപ്പോൾ കൊറോണയുടെ പേര് പറഞ്ഞതിന്റെ സർട്ടിഫിക്കറ്റിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഫിറോസിന്റെയും അൻഷാദിന്റെയും ഭാര്യയെയും ഉമ്മയെയും ഒക്കെ അറസ്റ്റ് ചെയ്ത് 32 ദിവസക്കാലമാണ് യോഗി ആദിത്യനാഥിന്റെ UP-യിൽ പടുങ്കലിൽ വെച്ചതെന്ന് പറയുമ്പോൾ എവിടെയാണ് നമ്മുടെ രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്? ഏതൊരു സാഹചര്യത്തിലൂടെയാണ് നമ്മളുടെ രാജ്യത്തിന്റെ തെരുവീതികള് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്? നമ്മളുടെ രാജ്യത്ത് കണ്ട് കേട്ട് കേൾവിയില്ലാത്ത തരത്തിൽ രാജ്യത്തിന്റെ സുപ്രീം കോടതിയുടെ പല ജഡ്ജിമാര് പോലും ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ രാജ്യം ഇന്ന് വരെ കാണാത്ത സംഭവമായിരുന്നു പ്രധാനമന്ത്രിയെ പുകഴ്ത്തി പറയുന്നത്. ഇന്നെന്നാൽ നമ്മുടെ പ്രധാനമന്ത്രിയെ നാഴികയ്ക്ക് 40 വട്ടം പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നു സുപ്രീം കോടതിയുടെ ജഡ്ജിമാർ. ഇല്ലേ സഹോദരങ്ങളെ, പല സംസ്ഥാനത്തെയും ഹൈക്കോടതിയുടെ ജഡ്ജിമാർ, ചീഫ് ജസ്റ്റിസുമാർ ഹൈക്കോടതിയിലെ RSS വൽക്കരിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു വർഷം മുമ്പായിരുന്നു ഞാൻ നിങ്ങൾ കണ്ടത് മഹാരാഷ്ട്രയിലെ ഹൈക്കോടതിയുടെ ജഡ്ജി RSSന്റെ മഹാരാഷ്ട്രയിലെ സംസ്ഥാന പ്രചാരകനോടൊപ്പമാണ് ക്ഷേത്രത്തിൽ പോകുന്നത് നമ്മൾ കണ്ടു. എങ്ങോട്ടാണ് നമ്മുടെ രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്കറിയുമല്ലോ, നമ്മളെ ഭക്ഷണം മുട്ടിയ മാസങ്ങളോളം രാജ്യത്തിന്റെ തെരുവീതികളെ പിടിച്ചു കുലുക്കിയ എന്റെയും നിങ്ങളുടെയും പ്രിയപ്പെട്ട സഹോദരങ്ങളായ പാവപ്പെട്ട കർഷകരുണ്ടല്ലോ, ആ കർഷകർ ഡൽഹിയുടെ കൊച്ചി പിടിക്കുന്ന തണുപ്പിനെയും വകഞ്ഞു മാറ്റിക്കൊണ്ട് ടാറ്റയ്ക്കും ബിർളയ്ക്കും അംബാനിക്കും അദാനിക്കും വേണ്ടി കാർഷിക നിയമങ്ങൾ തിരുത്തി കുറിച്ചുകൊണ്ട് കർഷകരായ പാവപ്പെട്ട മക്കൾക്കെതിരായി നടത്തിയ നിയമത്തിനെതിരെ പോരാട്ടം നടത്തിയപ്പോൾ എന്താണ് സുപ്രീം കോടതിയിലൂടെ ജഡ്ജി പറഞ്ഞത്? എന്താണ് പറഞ്ഞത്? എന്തിനാണ് സ്ത്രീകൾ കർഷക സമരത്തിൽ പങ്കെടുക്കുന്നത്? എന്തിനാണ് സ്ത്രീകൾ കർഷക സമരത്തിൽ പങ്കെടുക്കുന്നതെന്നാണ് ഒരു ജഡ്ജി ചോദിച്ചത്. ഇല്ലേ, പല ജഡ്ജിമാരും RSS കൊണ്ടുവരുന്ന ആശയങ്ങൾക്ക് പബ്ലിസിറ്റി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്ത്യ രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കോഹിന്റെ രത്നത്തെക്കാൾ ചാണകത്തിന് വിലയുണ്ടെന്ന് പറയുന്ന സംസ്കാര ശൂന്യന്മാരായ ജഡ്ജിമാർ ഇന്ത്യ രാജ്യത്തിന്റെ വീതിപീഠങ്ങളിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചാണകം ഏറ്റവും വലിയ പോഷകാഹാരമാണ് എന്നും രോഗശമനം കിട്ടുന്ന വസ്തുവാണെന്നും രാജ്യത്തോട് ജഡ്ജിമാര് തന്നെ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മളുടെ രാജ്യം കടന്നു പോകുന്നത്. നമ്മളൊന്ന് ആലോചിച്ചു നോക്കേണ്ടതുണ്ട്. ഈ കുന്നത്തയരി അങ്ങാടിയിലിരുന്ന് ജീവിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ദിനേന വരുന്ന പത്രമാധ്യമങ്ങളിലൂടെ വരുന്നത് വാർത്തകൾ കണ്ടിട്ട് ഇതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല, നമ്മളെ ബാധിക്കുകയില്ല എന്നാണോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ കരുതിയിരിക്കുന്നത്? നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് ഇന്ത്യ രാജ്യത്ത് RSS അവരുടെ ടെക്നോളജികളെ കടത്തിക്കൊണ്ടുപോയിരിക്കുകയാണ്. RSS അവരുടെ വംശവെറിയിലേക്ക് രാജ്യത്തെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കഴിഞ്ഞ ദിവസവും കണ്ടില്ലേ, ഗിരിഗറിയെ പോലുള്ള പ്രൊഫഷണാലിറ്റി ഉള്ള ചിന്തകന്മാർ, ദീർഘവീക്ഷണമുള്ളവര് രാജ്യത്തോട് വിളിച്ചു പറയുകയാണ് ഇന്ത്യ രാജ്യം അതിന്റെ വംശഹത്യയുടെ അവസാനത്തെ ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു രാജ്യമെന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കുന്നത്തേരി അങ്ങാടിയിലെ സഹോദരങ്ങളോട് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്ക് ചോദിക്കാനുള്ളത്, രാജ്യത്തെ കുറിച്ച് കൃത്യമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രൊഫഷണാലിറ്റിയുള്ള ചിന്തകരായ കാര്യക്ഷമതയുള്ള ദീർഘവീക്ഷണത്തോടുകൂടി രാജ്യത്തിന്റെ കടന്നുപോക്കുകളും ബ്യൂറോക്രസിയിലും RSSലും നടക്കുന്ന കാര്യങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഗിരിഗറിയെ പോലുള്ളവര് രാജ്യം അവസാനത്തെ വംശീയതയിലേക്ക് എന്റെയും നിങ്ങളുടെയും ശവപ്പെട്ടി കാണിയടിക്കാൻ RSSകാരൻ തയ്യാറായി വന്നുകൊണ്ടിരിക്കുന്നു.
നടന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ കൊന്നത്തേരിയിലെ പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളോട് ഞങ്ങൾക്ക് ചോദിക്കാൻ, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്ക് ചോദിക്കാൻ, ആരാണ് നമുക്ക് വേണ്ടി ശബ്ദിക്കാനുള്ളത്? ആരാണ് നമുക്ക് വേണ്ടി പറയാനുള്ളത്? ആരാണ് നമ്മളുടെ വേദനകളുടെ കൂടെ നിൽക്കാനുള്ളത്? ആരാണ് നമ്മുടെ നമ്പരങ്ങളുടെ കൂടെ നിന്ന് നമ്മൾ ചേർത്ത് പിടിക്കാനുള്ളത്? ആരാണ് നമ്മുടെ പ്രയാസങ്ങളോടൊപ്പം നമ്മളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് എന്ന് പറയാൻ ആരാണ് സഹോദരങ്ങളെ നമ്മളോടൊപ്പം ഉള്ളത്? ആരാണുള്ളത്? ഇന്നെല്ലാവരെയും RSS ഭയപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്ന് RSS എല്ലാ ആളുകളെയും RSS ഇന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഭയപ്പെടുത്തി RSSന് വിധേയമായിരിക്കുകയാണ്. RSSന് വിധേയമാക്കപ്പെട്ടിരിക്കുകയാണ്. രാജ്യത്തിന്റെ മുഴുവൻ സംവിധാനങ്ങളെയും RSS താല്പര്യങ്ങൾക്ക് വേണ്ടി വിധേയവൽക്കരിച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, രാജ്യത്ത് മുഴുവൻ സംവിധാനങ്ങളും ഇപ്പോൾ സുപ്രീം കോടതിയിലോ പോലും ജാമ്യാപേക്ഷയ്ക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ പല ഹൈക്കോടതികളിലും ജാമ്യാപേക്ഷയ്ക്ക് പോകുമ്പോൾ പല ജഡ്ജിമാരുടെയും വളർന്നു വന്ന പശ്ചാത്തലം പരിശോധിക്കേണ്ട ഒരു ഗതികേടിലൂടെയാണ് നമ്മളുടെ രാജ്യം കടന്നു പോകുന്നത്, അല്ലേ? അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്ത്യ കടന്നു പോകുന്നത്. RSSനെതിരെ പറയാൻ, RSSന്റെ ഫാസിസ്റ്റ് കുതന്ത്രങ്ങൾക്കെതിരെ പറയാൻ, RSSന്റെ ഹിന്ദുത്വ താല്പര്യത്തിനെതിരെ പറയാൻ, RSSന്റെ വംശീയ ഉന്മൂലന പ്രത്യയശാസ്ത്രത്തിനെതിരെ പറയാൻ, RSSന്റെ വിചാരധാര വെച്ച് പോകുന്ന ഐഡിയോളജിക്കെതിരെ നടക്കുകയില്ല ഭാരതത്തിന്റെ മണ്ണിലെന്ന് ആർജവത്തോടുകൂടി വിളിച്ചു പറയാൻ കരിഷ്മയുള്ള ഏത് പ്രസ്ഥാനമാണ് ഇന്ത്യ രാജ്യത്തുള്ളത്? ആരാണ് സഹോദരങ്ങളെ ഇന്ത്യയിൽ ഉള്ളത്? RSSനെതിരെ തുറന്നു പറയാൻ, RSSന്റെ നീക്കങ്ങൾക്കെതിരെ പറയാൻ രാജ്യത്ത് ആരാണിന്നുള്ളത്? പറയുന്നവനെയൊക്കെ RSS ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരാണ് നമ്മളുടെ രോദനങ്ങളുടെ പക്ഷം നിൽക്കാനുള്ളത്? സ്വാതന്ത്ര്യലബ്ധതയുടെ 6.5 പതിറ്റാണ്ട് കാലം, നമ്മൾ 6.5 പതിറ്റാണ്ട് പിന്നിട്ടിരിക്കുന്നു. നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ പോരാട്ടത്തിന് വേണ്ടി സർവ്വതും കൊടുത്ത, ജീവിതം കൊടുത്ത, ജീവൻ കൊടുത്ത, രക്തം കൊടുത്ത, രക്തസാക്ഷികളെ എറിഞ്ഞു കൊടുത്ത താജ്മഹലിന്റെയും കുത്തബ് മിനാറിന്റെയും ചെങ്കോട്ടയുടെയും ഫത്തേപൂർ സിക്രിയുടെയും ഡൽഹി ജുമാ മസ്ജിദിന്റെയും ആഗ്ര റെഡ് ഫോർട്ടിന്റെയും മുഗൾ ഗാർഡൻസിന്റെയും ഒക്കെ അമ്പരചുംബികളായ ശില്പകലയുടെ മാധുര്യം കൊണ്ട് വൈഭവങ്ങൾ തീർത്ത ഇന്ത്യ രാജ്യത്തിന്റെ സംസ്കാരത്തിന് പുതിയൊരു ചരിത്രം എഴുതി കൊടുത്ത ഈ രാജ്യത്തെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ അസ്തിത്വവും വ്യക്തിത്വവും ഒക്കെ രാജ്യത്ത് ഇന്ന് ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വേണ്ടി ശബ്ദിക്കാൻ മുന്നിട്ടിറങ്ങിയവരെയൊക്കെ ഒന്നല്ലെങ്കിൽ RSS പൂട്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ RSSന് വിധേയവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു, ഒന്നല്ലെങ്കിൽ NIA കാണിക്കും RSS അവരെ ഭീഷണിപ്പെടുത്തി കീഴ്പ്പെടുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ CBI കാണിച്ചിട്ടുണ്ട്, അവരെ കാണിച്ച് RSS ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന് അവസാനത്തെ ചീട്ടുമായി RSSകാരൻ ഗോഡയിൽ ഇറങ്ങിയിരിക്കുന്നത് EDAയുമായിട്ടാണ് വന്നിരിക്കുന്നത്, ഇല്ലേ? ഇതിലേതെങ്കിലും ഒന്നിനെ കാണിച്ചിട്ട് RSS ഭയപ്പെടുത്തും. RSSന്റെ ശത്രുക്കളായി RSS ഉയർത്തിയവരെയൊക്കെ RSS അടിച്ചമർത്തിയിട്ടില്ലേ? എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നമുക്ക് വേണ്ടി അവകാശവാദങ്ങളും, നമുക്ക് വേണ്ടി സിന്ദാബാദുകളും, നമുക്ക് വേണ്ടി പ്രത്യയശാസ്ത്രങ്ങളും, നമുക്ക് വേണ്ടി സെമിനാറുകളും സിംപോസിയങ്ങളും ക്യാമ്പയിനുകളും പൊതുയോഗങ്ങളും നടത്തിയ ആളുകളൊക്കെ ഇന്ന് മാളത്തിലാണ് ഇരിക്കുന്നത്. RSSനെതിരെ പറയാൻ കഴിയുമോ? ഇടതുപക്ഷ സർക്കാർ പ്രതീക്ഷയുടെ നാമ്പുകളേറ്റിട്ടാണ് പിണറായി വിജയന്റെ സർക്കാർ കേരളത്തിലേക്ക് വന്നു. എന്തിന്? പിണറായി വിജയനും ചങ്കിൽ കൈവച്ചുകൊണ്ട് ആത്മാർത്ഥതയോടുകൂടി പറയാൻ പറ്റുമോ ഒരു RSS വിരുദ്ധനാണ് ഞാനെന്ന് പറയാൻ പറ്റുമോ? ഈ രാജ്യത്തെ മുസ്ലിങ്ങൾക്കെതിരെ വളർന്നു വരുന്ന കേരളത്തിലെ RSSകാരനെ പ്രതിരോധിക്കാൻ എന്റെ പാർട്ടിയുടെ പോലീസും എന്റെ പാർട്ടിയുടെ പ്രവർത്തകരും സജ്ജമാണ് എന്ന് ആത്മാർത്ഥതയോടുകൂടി പറയാൻ അയാൾക്ക് സാധിക്കുകയില്ല. കാരണം അയാളുടെ പാർട്ടിയുടെ സെക്രട്ടറിയായ സഖാവ് കൊടിയേരി ബാലകൃഷ്ണ നമ്പിയാരെ പൂട്ടിയിരിക്കുന്നു ED. ബിനീഷിനെ കൊണ്ടുപോയി കർണാടകയിലേക്ക് കൊണ്ടുപോയിട്ട് പറഞ്ഞു അനങ്ങരുതെന്ന് പറഞ്ഞപ്പോൾ EDയുടെ ഉദ്യോഗസ്ഥന്മാര് വന്ന് കയറി നിറങ്ങി കൊണ്ടുപോയപ്പോൾ, ഒരാളുടെ അവിഹിതമായ ബന്ധത്തിന്റെ പേരിൽ ബിനോയിയെ കൊണ്ടുപോയപ്പോൾ, ബിനീഷിനെ കൊണ്ടുപോയപ്പോൾ അയാൾ RSSനെതിരെയുള്ള സൈദ്ധാന്തിക വാക്കുകളൊക്കെ ഉപേക്ഷിച്ച് മാളത്തിൽ ഒറിക്കുന്നു എങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൻ അവന്റെ പാർട്ടി ക്ലാസുകളിലെ സൈദ്ധാന്തികൻ എന്ന് പറയുന്ന നമ്മുടെ മന്ത്രിയായ ഗോവിന്ദൻ മാഷിന്റെ നാക്കുകൾ ഇന്ന് RSSനെതിരെ പറയുന്നില്ല. പലരെയും പൂട്ടിയിരിക്കുന്നു RSSനെതിരെ ഉയർന്നു വരുന്ന ചിന്താധാരകളെ
RSS പൂട്ടിയിരിക്കുന്നു. നിങ്ങൾക്കറിയില്ലേ, UPA സർക്കാരിന്റെ കാലത്ത് ഒരു കരിഷ്മയുള്ള കേന്ദ്രമന്ത്രി ഉണ്ടായിരുന്നു, കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി ഉണ്ടായിരുന്നു, പി ചിദംബരം. അയാളെ കേൾക്കുന്നുണ്ടോ? ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന ഘട്ടത്തിൽ രാജ്യം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി RSSന്റെ ഭീഷണിയാണ്, കാവ്യ ഭീകരതയാണ് എന്ന് പറഞ്ഞപ്പോൾ കോൺഗ്രസിന്റെ ഉള്ളിലെ RSS ഏമാന്മാര് പോലും വിറങ്ങലിപ്പിച്ചപ്പോൾ തളരാതെ നിന്ന് പോയ പി ചിദംബരത്തിന്റെ ശബ്ദം കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ കൊടിതോരണങ്ങളിൽ ഇന്ന് കാണുന്നുണ്ടോ? പോസ്റ്റുകളിൽ കാണുന്നുണ്ടോ? പോസ്റ്ററുകളിൽ ഉണ്ടോ? ഇല്ല. അയാളെ തിഹാറിന്റെ ജയിലിൽ ഇഡിയുടെ ഉദ്യോഗസ്ഥന്മാര് അയാളുടെ ചെന്നൈയിലെ വസതിയിൽ വന്നിട്ട്, അയാളുടെ വീട്ടിൽ വന്നിട്ട് RSSനെതിരെ ശബ്ദിക്കുന്നതിന്റെ പേരില്, മതന്യൂനപക്ഷ വിഭാഗത്തിന് വേണ്ടി പറയുന്നതിന്റെ പേരില് അദ്ദേഹത്തിന്റെ വീട്ടില് ഇഡിയുടെ ഉദ്യോഗസ്ഥന്മാര് ചെന്നൈയിൽ വന്ന് AK-47 തോക്കുകളുമായി പ്രോട്ടോകോൾ ലംഘനങ്ങൾ നടത്തിക്കൊണ്ട് അയാൾക്ക് തടഞ്ഞു വെച്ച് മണിക്കൂറുകളോളം അയാളുടെ വീട്ടിലും സ്ഥാപനങ്ങളിലും റെയ്ഡ് നടത്തിയിട്ട് അവസാനം അയാള് ബീഹാർ ജയിലിന്റെ മൺതറയിൽ പ്രോട്ടോകോൾ ലംഘനം പോലും കിടത്തി കുടിക്കാൻ 2 ദിവസത്തോളം വെള്ളം കൊടുക്കാതെ, ഭക്ഷണം കൊടുക്കാതെ RSS ഭീകരതയ്ക്ക് മുന്നില് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പി ചിദംബരം വിധേയമായി. അയാളുടെ മകൻ കാർത്തിക് ചിദംബരത്തെ പിടിച്ചു ഭീഷണിപ്പെടുത്തിയിട്ട് പറഞ്ഞു, പിതാവിനൊരുക്കിക്കൊടുത്ത തിഹാർ ജയില് നിനക്കും ഒരുക്കി തരാൻ ഞങ്ങൾക്ക് മടിയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ ഭയപ്പെടുത്തിയിട്ട് അയാളോട് പറഞ്ഞു. ചിദംബരത്തിന്റെ മകൻ കാർത്തിക് ചിദംബരത്തോട് പറഞ്ഞു, ചിദംബരത്തോടും പറഞ്ഞു നിന്റെ മകനെയും ഭീഷണിപ്പെടുത്തിയിട്ട്. ഇന്ന് ആ ശബ്ദം എന്തുണ്ട് ചെയ്തിട്ടുണ്ട്? RSSന് സീൽ ചെയ്യപ്പെടാൻ പറ്റിയിട്ടുണ്ട് അല്ലേ? കോൺഗ്രസ് രാഷ്ട്രീയം അനുഭവിച്ച മുഴുവൻ യെദ്യൂരപ്പയുടെ കള്ളപ്പണത്തിന്റെയും MLA-മാരെ തട്ടിക്കൊണ്ടുപോകുന്നതിന് മുന്നിലും കോൺഗ്രസ് രാഷ്ട്രീയത്തിന് കരിഷ്മയോടുകൂടി നേതൃത്വം കൊടുത്ത DK ശിവകുമാർ, കർണാടകയുടെ കർണാടക മക്കൾ DK എന്ന് വിളിക്കുന്ന കരിഷ്മയുള്ള കോൺഗ്രസ് രാഷ്ട്രീയത്തെ കർണാടകയിൽ പിടിച്ചു നിർത്തിയ കോൺഗ്രസ് BJPയുടെ പണാധിപത്യത്തെ പണാധിപത്യം കൊണ്ടും തടഞ്ഞു നിർത്താൻ ശ്രമിച്ച DK ശിവകുമാറിന്റെ ശബ്ദം ഇന്ന് നിങ്ങൾ സോഷ്യൽ മീഡിയകളിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയും DK ശിവകുമാറിന്റെ ശബ്ദമില്ല. ഒരേ സമയം അയാളുടെ 100 വ്യവസായശാലകളിലേക്ക് ഇഡിയുടെ ഉദ്യോഗസ്ഥന്മാര് കയറി റെയ്ഡ് ചെയ്തു. ഇന്ന് MLA-മാര് കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ JDSൽ നിന്ന് ചാടി BJPയുടെ ആലയത്തിലേക്ക് പോകുമ്പോൾ DK ശിവകുമാർ മിണ്ടുന്നില്ല, MLA-മാരെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നില്ല. കാരണം DK ശിവകുമാറിനെ RSS ഭയപ്പെടുത്തിയിരിക്കുന്നു, ഇഡിയെ കാണിച്ചിട്ട് അല്ലേ? CPM-ന്റെ പല ആളുകളെയും, പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകളെ ലാവ്ലിംഗ് കമ്പനിയുമായി ഒപ്പിട്ട കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയുടെ കണക്ക് ഇഡി അന്വേഷിച്ച് പൊക്കുമെന്ന് പറയുമ്പോൾ അല്ലെ, കനിമൊഴിയുടെയും രാജയുടെയും അഴഗിരിയുടെയും ഒക്കെ ഓഫീസുകളൊക്കെ ഇഡിയുടെ ഉദ്യോഗസ്ഥന്മാര് പ്രിയപ്പെട്ടവരെ റെയ്ഡ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. എന്തിന്റെ പേരിൽ? RSSനെതിരെ അവർ ഐക്യം രൂപപ്പെട്ടി BJPയുടെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് രാഷ്ട്രീയത്തിൽ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്റ്റാലിന്റെ ശബ്ദം നിശ്ചലമാക്കുവാൻ വേണ്ടിയിട്ട് സ്റ്റാലിന്റെ മരുമകന്റെ ആഫീസുകളും വ്യവസായശാലകളും RSS പറഞ്ഞിട്ട് ഇഡി റെയ്ഡ് നടത്തിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ രാജ്യം പോകുന്നത്. RSSനെതിരെ തന്റെ ഇടത്തോടുകൂടി ശബ്ദത്തിന്റെ മാറ്റൊലികൾ ഉയർത്തിക്കൊണ്ടുവന്ന ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസ് മൗനിയായിരിക്കുമ്പോഴും RSSുമായി ഒരു തരത്തിലുള്ള കോംപ്രമൈസിനും സാധ്യമല്ല എന്ന് രാജ്യത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന മമതാ ബാനർജി അല്ലേ? മമതാ ബാനർജി, ആ മമതാ ബാനർജിയെ പരാജയപ്പെടുത്താൻ RSSകാരന് വോട്ട് ചെയ്യണമെന്ന് പരസ്യമായി പറഞ്ഞ CPM-ന്റെ ബംഗാളിലെ പോളിറ്റ് ബ്യൂറോ മെമ്പർമാരുള്ള ബംഗാളിൽ ശ്രമിച്ചിട്ടും ഫാസിസ്റ്റ് ഒഴുക്കിനെ തരണം ചെയ്തുകൊണ്ട് ജനാധിപത്യ പ്രക്രിയയുടെ ചേരിക്ക് ആവേശം കൊടുത്ത, ആക്കം കൊടുത്ത മമതാ ബാനർജിയുടെ പാർട്ടി ആഫീസുകൾ റെയ്ഡ് നടത്തി. മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിന്റെ ഹെഡ് ക്വാർട്ടേഴ്സുകൾ റെയ്ഡ് നടത്തി. മമതാ ബാനർജിയുടെ പാർട്ടിയുടെ ബംഗാളിലെ കുടുംബങ്ങൾ, മമതയുടെ കുടുംബത്തിൽ കയറി റെയ്ഡ് നടത്തി അല്ലെ? തൃണമൂൽ MP ആയിരുന്ന അഭിഷേക് ബാനർജിയുടെ MP-യുടെ ഭവനവും ഓഫീസും റെയ്ഡ് നടത്തി, ഭയപ്പെടുത്തി ഇല്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
മമതയുടെ രാഷ്ട്രീയത്തിന്റെ പ്രചാരണ വേദികളിൽ കത്തിജ്വലിച്ച മുഗൾ റോയ് ഇന്ന് എവിടെയാണെന്ന് ചോദിക്കുമ്പോ ഇഡിയുടെ ശാരദാ ചിട്ടി കേസ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് RSSന്റെ ഗൂഢാലോചനയുടെ ഒടുവിൽ മമതയെ പൂട്ടാൻ കഴിയാതെ വന്നപ്പോൾ മുഗൾ റോയ് ഉൾപ്പെടെയുള്ളവരെ ഭയപ്പെടുത്തിക്കൊണ്ട് അഭിഷേക് ബാനർജി ഉൾപ്പെടെയുള്ളവരെ RSS ആലയത്തിൽ ബംഗാളിൽ കൊണ്ടുപോയിട്ടിട്ട് അവരൊക്കെ RSSന് വിധേയവൽക്കരിച്ചപ്പോൾ രാഷ്ട്രീയ എതിരാളിത്തം മാറ്റി BJPയുടെ കൊടിപിടിച്ചപ്പോൾ ED അന്വേഷണം മാറ്റിവെച്ചു. ഇല്ലേ സഹോദരങ്ങള്? ഒന്ന് ആലോചിച്ചു നോക്കിക്കേ. ശരത് പവാറിന്റെ മരുമകൻ അജിത് പവാറിന്റെ 70,000 കോടി രൂപയുടെ 9 തവണയായി നടന്ന അഴിമതിയുമായി ബന്ധപ്പെട്ട് ആ 70,000 കോടി രൂപയുടെ അഴിമതി കേസിൽ അന്വേഷണം നടത്തിയപ്പോൾ അജിത് പവാറിനോട് ഭാരതീയ ജനതാ പാർട്ടിയുടെ കൊടി പിടിച്ച് മഹാരാഷ്ട്രയിൽ പാർട്ടി വേദികളിൽ സ്വാധീനമുറപ്പിച്ചാൽ നിനക്കെതിരെയുള്ള 70,000 കോടി രൂപയുടെ അഴിമതി മറച്ചു വെക്കാമെന്ന് പറഞ്ഞപ്പോൾ അജിത് പവാറുള്ള പാർട്ടി BJP ആയപ്പോൾ EDയുടെ അന്വേഷണം നിർത്തിവെച്ചു. നാരായണ റാണെ അറിയില്ലേ? നാരായണ റാണെ ബാൽ താക്കറെ മുതൽ ശിവസേന പ്രസ്ഥാനത്തോടൊപ്പം നിൽക്കുകയും ഈ രാജ്യത്ത് അറിയപ്പെടുന്ന ശിവസേനയുടെ നേതാവായിരുന്ന നാരായണ റാണയെ കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ അഴിമതിയുടെ പേര് പറഞ്ഞുകൊണ്ട് EDയെ കാണിച്ചിട്ട് തീഹാറിന്റെ ജയിലുകൾ കാണിച്ചിട്ട് ഭയപ്പെടുത്തിക്കൊണ്ട് ഇന്ന് നാരായണ റാണയെ കൊണ്ടുപോയത് തീഹാർ ജയിലിലാണ്. നിങ്ങൾക്കറിയുമല്ലോ സഹോദരങ്ങള്, നമ്മളുടെ രാജ്യത്ത് കർണാടകയിൽ നിങ്ങൾക്കറിയും യെദ്യൂരപ്പയിലെ ഈ RSSന് വിധേയമാകാതിരുന്ന RSSന് അടിമവേല ചെയ്യാതിരുന്ന മുഴുവൻ ആളുകളെയും ഇന്ന് RSS ഭയപ്പെടുത്തിയവർക്ക് വിധേയവൽക്കരിച്ചൊരു സാഹചര്യത്തിലൂടെയാണ് രാജ്യം പോകുന്നത്. യെദ്യൂരപ്പ സർക്കാരിൽ അറിയപ്പെടുന്ന ഒരു കുടുംബമാണ് അല്ലെ? നിങ്ങൾ അറിയും റെഡ്ഡി സഹോദരന്മാർ. ജനാർദ്ദന റെഡ്ഡിയുടെ 4,400 കോടി രൂപയുടെ അഴിമതിയുടെ കേസ് വന്നപ്പോൾ അത് ED അന്വേഷിക്കണമെന്ന് കോൺഗ്രസിനെ പോലുള്ള ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറഞ്ഞപ്പോൾ അത് BJP കാരനായതിന്റെ പേരിൽ മിണ്ടാതിരിക്കുന്നു എന്ന് പറയുമ്പോൾ ED എന്ന് പറയുന്നത് സ്വതന്ത്ര അന്വേഷണ ഏജൻസിയായി പ്രവർത്തിക്കണമെന്ന് രാജ്യത്തിന്റെ താല്പര്യവും രാജ്യത്തതാണ് നടത്തേണ്ടത് എന്നിരിക്കുമ്പോൾ തന്നെ RSSന് വേണ്ടി ED മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മളുടെ രാജ്യം പോകുന്നത്. ഇതൊക്കെ ഞാൻ പറഞ്ഞത് വടക്കേ ഇന്ത്യയിലെ കഥയാ, ഇത് ഞാൻ പറഞ്ഞത് UPയിലെ കഥയാ, ഞാൻ പറഞ്ഞത് മധ്യപ്രദേശിലെ കഥയാ, അല്ലെങ്കിൽ ബീഹാറിലെ കഥയാ, ഇല്ലേ ഹിമന്ത വിശ്വ ശർമ്മയുടെ ആസാമിലെ കഥ. അയാളും കോൺഗ്രസുകാരനായിരുന്നപ്പോൾ കോടാനുകോടി രൂപയുടെ അഴിമതിയുടെ ആരോപണങ്ങൾ വന്നപ്പോൾ BJPയിലേക്ക് ചേരണം, അല്ലെങ്കിൽ ഞങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോ യൂത്ത് കോൺഗ്രസിന്റെ കൊടി പിടിച്ച് KSUവിന്റെ കൊടി പിടിച്ച് ചെറുപ്പകാലത്തിൽ ചുവട് വെച്ച് വന്ന പ്രസ്ഥാനത്തെ വലിച്ചെറിഞ്ഞ് ഇന്ന് RSSന് വേണ്ടി മുസ്ലിം വംശീയ ഉന്മൂലന പ്രക്രിയയ്ക്ക് നിങ്ങൾ നേതൃത്വം കൊടുത്തു. ആസാമിലെ തരംഗം ജില്ലയിൽ നിന്ന് മുസ്ലിങ്ങളെ ഉന്മൂലനം ചെയ്തോ എന്ന് പരസ്യമായി പറയുമാറ് കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ നിഷ്കളങ്കതയിലൂടെ കടന്നു വന്നവന്റെ മനസ്സിൽ വർഗീയതയുടെ വിഷബീജം കുത്തിക്കൊടുത്ത RSS പ്രത്യയശാസ്ത്രത്തോടൊപ്പം നിന്നപ്പോ ഹിമന്ത് വിശ്വ ശർമ്മയെ RSS രക്ഷപ്പെടുത്തി EDയിൽ നിന്നും അഴിമതിയിൽ. ആലോചിച്ചു നോക്കിയ സഹോദരങ്ങളെ, ഇന്ന് ഇങ്ങനെ ഒരു കലുഷിതമായ ഒരു സാഹചര്യത്തിലൂടെ പോകുമ്പോ അത് കർണാടകയിലല്ലേ, അല്ലെങ്കിൽ ആസാമിലല്ലേ, UPയിലല്ലേ, മഹാരാഷ്ട്രയിലല്ലേ അല്ലേ? ഇങ്ങനെ ചോദിക്കുമ്പോൾ കേരളത്തിൽ നമ്മൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട് കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട് 3 കോടി രൂപയുടെ പൈസ വന്നു എന്നും അത് CK ജാനുവിന് കൊടുത്തു എന്നും ഉൾപ്പെടെ അതിൽ K സുരേന്ദ്രന് പങ്കുണ്ട് എന്ന് ധർമ്മരാജൻ പരസ്യമായി കുറ്റം സമ്മതിക്കുകയും അന്വേഷണ സംഘത്തോടും ഒക്കെ പറഞ്ഞിട്ട് പോലും സുരേന്ദ്രനും K സുരേന്ദ്രന്റെ മകനും ഈ 3 കോടി രൂപ കുഴൽപ്പണം കൊണ്ടുവന്ന് കൊടുത്തതിൽ ബന്ധമുണ്ട്, വിതരണം ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ CK ജാനുവിന് കൊടുത്തതിന് തെളിവുണ്ട് എന്നും ഞാൻ സാക്ഷിയാണ് എന്ന് ധർമ്മരാജൻ പറഞ്ഞിട്ട് പോലും അതേക്കുറിച്ചൊരു അന്വേഷണം നടത്തണമെന്ന് തന്റെ ഇടത്തോടുകൂടി പറയാൻ CPM ഭരിക്കുന്ന സാക്ഷര സുന്ദര കേരളത്തില് കരിഷ്മതയോടുകൂടി പറയാനും അതിന് നേതൃത്വം കൊടുക്കണമെന്ന് പറയാനും ഏത് നേതാവാ കേരളത്തിലുള്ളത്? നമ്മുടെ കേരളത്തിലെ കാര്യമായി ഇത് പറഞ്ഞത് ED സുരേന്ദ്രന് വ്യക്തമായ പങ്കുണ്ടെന്ന് പറഞ്ഞിട്ട് BJP നേതാവിന്റെ പാലക്കാട്ടെ വീട്ടിൽ നിന്ന്
രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ, രാജ്യത്തിന്റെ സാമ്പത്തിക ഘടനയെ തന്നെ അട്ടിമറിക്കാൻ സാധ്യതയുള്ള കള്ളനോട്ട് അടിച്ചതിന്റെ യന്ത്രങ്ങളും നോട്ടുകളും കോടിക്കണക്കിന് രൂപയും BJPയുടെ ഉത്തരവാദിത്തപ്പെട്ട ജില്ലാ ഭാരവാഹികളുടെ വീട്ടിൽ നിന്ന് കിട്ടി എന്ന് പറയുമ്പോൾ എവിടെ കേരളത്തിന്റെ മാർക്സിസ്റ്റ് സർക്കാർ എവിടെ? ഫാസിസ്റ്റ് നയം എവിടെ? RSS വിരുദ്ധത എവിടെ? നിങ്ങളുടെ നിലപാടുകൾ എവിടെ? ഇവിടെയും ഈടി മിണ്ടിയിട്ടില്ല, ഭരണകൂടവും മിണ്ടിയിട്ടില്ല. ഇത് കേരളത്തിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എങ്ങോട്ടാണ് നമ്മുടെ നാട്, നമ്മുടെ സംസ്കാരം, നമ്മുടെ നാടിന്റെ ഭദ്രത, നമ്മുടെ നാടിന്റെ ഐക്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്? ഇവിടെ ED എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഏത് അന്വേഷണ ഏജൻസി പോലും ഇന്ന് RSSന് വിധേയമാകുന്ന ഒരു കാലം. 2014 രാജ്യത്തിന്റെ ഗ്രാമാന്തരങ്ങളിൽ അഭിമന്യരായ പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കന്മാര് കണ്ടിട്ട് പറഞ്ഞു മോടി വരരുതേ. അന്ന് പറഞ്ഞത് പോപ്പുലർ ഫ്രണ്ടുകാരന് പ്രാന്താണ് എന്നാണ് പലരും പറഞ്ഞത്. ഇത് കോൺഗ്രസ് ഉള്ള ഇന്ത്യയാണ്, ലീഗുള്ള ഇന്ത്യയാണ്, CPM ഉള്ള ഇന്ത്യയാണ്, മമതയുള്ള ഇന്ത്യയാണ്, ശരത് പവാറുള്ള ഇന്ത്യയാണ്, പലരുടെയും മുലായം സിംഗും അഖിലേഷുമുള്ള ഇന്ത്യയാണ്, മായാവതിയുള്ള ഇന്ത്യയാണ്. ഇത് നടക്കൂലെന്ന് പറഞ്ഞ് ഒരൊലക്കേനയും ഇന്ത്യയുടെ വറങ്ങലിച്ച് നിൽക്കുന്ന സ്വാതന്ത്ര്യത്തില് ഇന്ത്യ രാജ്യത്തിന്റെ മതേതര ഇന്ത്യയുടെ അവസാനത്തെ ശവപ്പെട്ടിക്കും RSS ആടിയടിക്കുന്ന സാഹചര്യത്തിലൂടെ നമ്മുടെ രാജ്യം കടന്നു പോകുമ്പോൾ വരുന്ന തലമുറ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണെന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലൂടെ നമ്മുടെ രാജ്യം കടന്നു പോകുമ്പോൾ രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ ചിഹ്നങ്ങളും സ്മാരകങ്ങളും RSS വൽക്കരിച്ചു കൊണ്ടിരിക്കുമ്പോ വിദ്യാഭ്യാസത്തിന്റെ നാഴികക്കല്ലുകൾ RSSന്റെ ചരിത്രം കെട്ടിക്കൊടുത്തുകൊണ്ടിരിക്കുമ്പോ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ തീഷ്ണമായ പോരാട്ടത്തിന്റെ അനുഭവങ്ങളിൽ രൂപം കൊടുത്ത രാജ്യത്തെ പോരാളികളുടെ പിന്മുറക്കാര് രാജ്യദ്രോഹികളാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കലുഷിതമായ സാഹചര്യത്തിലൂടെ ഇന്ത്യ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കുന്നത്തേറി അങ്ങാടിയുടെ ജനാധിപത്യ വിശ്വാസികളോട് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്ക് പറയാൻ RSS അവരുടെ തന്ത്രങ്ങൾ, അവരുടെ ഓരോ തന്ത്രങ്ങളും എടുത്തുകൊണ്ട് വരുമ്പോ RSSനെതിരെ ഉയർന്നു വരുന്ന ശബ്ദങ്ങളെ നിശ്ചലമാക്കാൻ RSSന്റെ സൈദ്ധാന്തികന്മാരുടെ ഓരോ ചിന്താമണ്ഡലങ്ങളും അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുമ്പോ ED അതിന് വിധേയമാക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ NIA അതിന്റെ ഓരോ ഗണ്ണികളായി മാറിക്കൊണ്ടിരിക്കുമ്പോ CBI അവരുടെ അന്വേഷണ സംഘമായി RSSനെ മാറുമ്പോ രാജ്യത്തിന്റെ മുഴുവൻ വരുന്ന ജനാധിപത്യ സംവിധാനങ്ങളും RSS വൽക്കരിച്ചു കൊണ്ടിരിക്കുമ്പോ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ മുന്നിൽ ചങ്കുറപ്പോടുകൂടി ആകാശഭൂമികളുടെ തമ്പുരാനായ അള്ളാഹുവിനെ മാത്രം സാക്ഷി നിർത്തിക്കൊണ്ട് ഖാലിഖായ റബ്ബിനെ അല്ലാതെ, റാസിഖായ റബ്ബിനെ അല്ലാതെ ഏതൊക്കെ ഫറോവമാര് രാജ്യം ഭരിച്ചാലും, ഏതൊക്കെ ഫറോവമാരുടെ കൈകളിൽ ഇന്ത്യയുടെ അധികാരത്തിന്റെ സ്ഫടികമെത്തിയാലും, ഏതൊക്കെ ഭരണകൂടത്തിന്റെ നാൽക്കവലകളില് ഏതൊക്കെ അധികാരി വർഗത്തിന്റെ വാറോലകൾ ഞങ്ങൾക്കെതിരെ വന്നാലും, UAPA വന്നാലും, EDകൾ വന്നാലും അള്ളാഹുവിന്റെ മുന്നിലല്ലാതെ, പടച്ചതമ്പുരാന്റെ മുന്നിലല്ലാതെ മുട്ടുമടക്കുകയില്ല എന്ന് തീരുമാനിച്ച പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ മുന്നിലല്ലാതെ RSS മുട്ടുമടക്കിയിട്ടില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരുടെ മുന്നിലാണ് RSS മുട്ടുമടക്കിയത്? ഈ ചരിത്ര യാത്രാ സംഘത്തിന്റെ മുന്നിലല്ലാതെ RSS മുട്ടുമടക്കിയിട്ടില്ല. കോൺഗ്രസ് RSS വിധേയവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു അല്ലേ? ഇന്ന് പലരും പാർട്ടി മാറിക്കളിക്കുമ്പോൾ നാളെ അതും RSSലേക്ക് എത്താനുള്ള വഴികളിലേക്ക് പോകുമ്പോ EDയുടെ അന്വേഷണം 2018 മുതൽ ഒരു പ്രസ്ഥാനം എന്ന നിലയ്ക്ക് രാജ്യത്ത് നിയമവിധേയമായി നിങ്ങൾ ചാനൽ ചർച്ചകളിലൂടെ അല്ലെങ്കിൽ NIAയുടെ വണ്ടികൾ ലയിച്ചിട്ട് വരുമ്പോൾ NIAയുടെ ഉദ്യോഗസ്ഥന്മാരുടെ കൈകളിൽ ഇരിക്കുന്ന AK-47 തോക്കുകൾ കാണുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ദൃശ്യമാധ്യമങ്ങൾ ഓണാക്കുമ്പോൾ പോപ്പുലർ ഫ്രണ്ടുകാരന്റെ ആസ്ഥാനത്തേക്ക് ഇതാ ED വരുന്നു എന്ന് പറയുമ്പോൾ, നസറുദ്ദീൻ ഇളമരത്തിന്റെ വീട്ടിലേക്ക് ED വരുന്നു എന്ന് പറയുമ്പോൾ, EM അബ്ദുറഹ്മാൻ സാഹിബിന്റെ എറണാകുളത്തെ വീട്ടിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ, പ്രൊഫസർ P. കോയ സാഹിബിന്റെ കോഴിക്കോട്ടെ വീട്ടിലേക്ക് ED വരുന്നു എന്ന് പറയുമ്പോൾ
ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 2018 മുതൽ ED അന്വേഷണ സംഘത്തോടൊപ്പം സഹകരിച്ചു പോയവരാണ് ഞങ്ങള്. ഞങ്ങളുടെ സാമ്പത്തിക സ്രോതസ്സും ഞങ്ങളുടെ വരവ് ചെലവുകളും ഞങ്ങളുടെ ഓഫീസും അതിന്റെ നടത്തിപ്പും മുഴുവൻ സംഭവങ്ങളും EDയുടെ ഉദ്യോഗസ്ഥന്മാരോട് രേഖകൾ വെച്ച് മുന്നോട്ട് കണക്കുകൾ നിരത്തി സഹകരിച്ചു പോയവരാണ് ഞങ്ങള്. ഈ രാജ്യത്ത് മുഴുവൻ നിയമ സംവിധാനങ്ങൾക്ക് വിധേയവൽക്കരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ഇതിന്റെ കാൽനൂറ്റാണ്ടിന്റെ പ്രയാണത്തിന്റെ ചരിത്രവീതികളിൽ രാജ്യവിരുദ്ധമായ ഒരു പ്രവർത്തനം നടത്തിയ ഒരു പ്രവർത്തകന് രാജ്യത്തെ എടുത്തു കാണിക്കാൻ പറ്റുകയില്ലെങ്കിൽ രാജ്യത്തെ പിടിച്ചു കുലുക്കിയ സ്ഫോടനാത്മകതയിൽ ഒരു പോപ്പുലർ ഫണ്ടുകാരന്റെ പങ്കില്ല എന്ന് പറയുമ്പോ, രാജ്യത്തെ നടുക്കിയ പാർലമെന്റിന്റെ കല്ലുകൾ പിടിച്ചിളക്കിയ പാർലമെന്റ് ആക്രമണത്തിൽ ഒരു പോപ്പുലർ ഫണ്ടുകാരന് ബന്ധമില്ല എന്ന് പറയുമ്പോ, രാജ്യത്തെ പിടിച്ചു നടുക്കിയ ബോംബെ അട്ടായ്ക്ക് മുന്നിൽ പോപ്പുലർ ഫണ്ടുകാരന് പങ്കില്ല എന്ന് പറയുമ്പോ, കാശ്മീരി റിക്രൂട്ട്മെന്റിൽ ഫായിസും ചക്കിടിപ്പടിയിൽ റഹീമും ഉമറുൽ ഫാറൂഖും ഒന്നും പോപ്പുലർ ഫണ്ടല്ല എന്ന് അന്വേഷണ ഏജൻസികൾക്ക് രാജ്യത്തോട് വിളിച്ചു പറയേണ്ട സാഹചര്യം രാജ്യം സാക്ഷ്യം വഹിച്ചു എന്ന് പറയുമ്പോ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കനകമലയിൽ റിക്രൂട്ട്മെന്റുമൊക്കെ പറയുമ്പോ, ISIS പറയുമ്പോൾ ഇതിലൊന്നും പോപ്പുലർ ഫണ്ടുകാർക്ക് അതിൽ പങ്കില്ല എന്ന് പറയുമ്പോ, ഈ രാജ്യത്തെ അന്വേഷണത്തിന് വിധേയവൽക്കരിച്ചുകൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന യാത്രാ മുന്നേറ്റത്തെ തടസ്സപ്പെടുത്താനാണ് RSS ശ്രമിക്കുന്നതെങ്കിൽ, RSS ശ്രമിക്കുന്നതെങ്കിൽ അന്വേഷണത്തിന്റെ പരിധികൾ കാണിച്ചിട്ട് ഞങ്ങളെ ഭയപ്പെടുത്താനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ, ഞങ്ങളുടെ യാത്രകളെ തടസ്സപ്പെടുത്താനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ, RSSകാരോട് ഞങ്ങൾക്ക് പറയാൻ എണ്ണയും CBIയും അന്വേഷണ സംഘങ്ങളുമല്ല, ഞങ്ങളെ കേൾക്കുന്ന IBയുടെ ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ നിങ്ങളുടെ ഉന്നതരായ ഉദ്യോഗസ്ഥന്മാരോട് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. രാജ്യത്തിന്റെ ഈ 33 വർഷത്തിന്റെ ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തന വേദിയിൽ ഒരു രാജ്യവിരുദ്ധ പ്രവർത്തനത്തിലും ഒരു പോപ്പുലർ ഫണ്ടിനക്കാരന് പിടിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അഭിമാനത്തോടു കൂടി പറയുന്നു, ED RSS വൽക്കരിക്കപ്പെട്ടിരിക്കുന്നു, NIA RSS വൽക്കരിക്കപ്പെട്ടിരിക്കുന്നു, CBI RSS വൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ രാഷ്ട്രീയ കല്ലുകൾ RSS വൽക്കരിക്കപ്പെട്ടിരിക്കുമ്പോ, അല്ലെങ്കിൽ അവർ RSS അവരുടെ അന്വേഷണ സംഘങ്ങൾക്ക് വിധേയവൽക്കരിച്ച് ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോ, പോപ്പുലർ ഫണ്ട് ഓഫ് ഇന്ത്യ പറയുന്നു, RSSന്റെയും നരേന്ദ്രമോദിയുടെയും മുന്നിൽ മനസ്സ് പണയപ്പെടുത്താൻ ഞങ്ങൾക്ക് സാധ്യമല്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നിങ്ങൾ ആരെയാണ് ഭയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്? ആരെയാണ് നിങ്ങൾ ഭീഷണിപ്പെടുത്താൻ വേണ്ടി പോകുന്നത്? നിങ്ങൾ ഏത് രീതിയിലാണ് ഈ പ്രസ്ഥാനത്തെ പിടിച്ചുകെട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നത്? ഒരു തരത്തിലും നിങ്ങൾക്ക് ഈ പ്രസ്ഥാനത്തിനെതിരെ ഒരു മണ്ണുകൾ പോലും വാരിയിടാൻ നിങ്ങൾക്ക് സാധ്യമല്ല RSSകാരാ. കാരണം പോപ്പുലർ ഫണ്ട് ഓഫ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് എന്താണ് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഇന്ന് നിങ്ങൾ മീഡിയകളിലൂടെയൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. എന്താണ് പോപ്പുലർ ഫണ്ടിനെ കുറിച്ച് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? അന്തിച്ചർച്ചകളിൽ
നിങ്ങൾ കണ്ടു കാണും. ഒരു കഴിഞ്ഞ 18-ാം തീയതിക്ക് ഡിസംബർ 18-ന് ശേഷം കേരളത്തിൽ നടന്ന ചാനൽ ചർച്ചകള് അല്ലെ, മലയാള മനോരമയും മാതൃഭൂമിയും ഒക്കെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ കുറിച്ച് പ്രചരിപ്പിച്ചതും ഈ പ്രസ്ഥാനത്തെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ മലീമസവൽക്കരിക്കാൻ നടത്തിയ നീക്കങ്ങളുമൊക്കെ നമ്മൾ കണ്ടു. എന്താണ് പ്രിയപ്പെട്ടവരെ, കേരളത്തില് അടുത്തുണ്ടായ ചില പ്രശ്ന സാഹചര്യങ്ങൾ നിങ്ങൾക്കുണ്ടാവും, അറിയും. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നിരന്തരമായി വാർത്താ മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നു. കേരളത്തിന്റെ സമാധാന അന്തരീക്ഷത്തെയും മാനവ സൗഹാർദ്ദത്തെയും തകർക്കാനുള്ള RSSന്റെ നീക്കങ്ങൾക്കെതിരെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ജനകീയമായ പ്രതിരോധം തീർത്തുകൊണ്ടും ജനകീയമായ പ്രതിഷേധ പരിപാടികൾ തീർത്തുകൊണ്ടുമാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കറിയും, ആലപ്പുഴയിൽ നടന്ന നിങ്ങൾ കണ്ടുകാണും ഒരു പ്രസ്ഥാനത്തിന്റെ, കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായി ഒരു പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന സെക്രട്ടറിയെ RSSകാർ കൊലപ്പെടുത്തുന്ന സാഹചര്യം. എന്തിനാണ് ഷാൻ എന്ന് പറയുന്ന SDPI എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അതിന്റെ സംസ്ഥാന സെക്രട്ടറിയെ എന്തിനാണ് RSSകാർ കൊന്നത്? ഒരു സുപ്രഭാതത്തിലല്ലോ RSSകാർ കൊന്നത്. ദിവസങ്ങളോളം മാസങ്ങളോളം ഗൂഢാലോചന നടത്തി അതിൽ 10-24 ദിവസം കൃത്യമായി ഫോളോ അപ്പ് ചെയ്ത് ഷാന്റെ പോക്കും വരവും ഒക്കെ കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷമാണ് RSSകാർ ഷാനെ കൊല്ലാൻ പദ്ധതിയിട്ടത്. ഷാൻ ഒറ്റയ്ക്ക് പോകുന്ന സമയത്ത് വണ്ടി ഇടിപ്പിച്ചിട്ട് അതും വീട്ടിലേക്ക് മക്കൾക്ക് ഭക്ഷണവുമായി പോകുന്ന ഷാനെ വണ്ടി ഇടിപ്പിച്ചിട്ടിട്ട് 40ഓളം വരുന്ന വ്യക്തികളാണ് RSSകാർ വെട്ടുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഫാസിസത്തിന് ശക്തമായ ഫാസിസം ഉയർത്തുന്ന വെല്ലുവിളികളെ ചങ്കൂറ്റത്തോടുകൂടി കേരളത്തിലേക്ക് ഏറ്റെടുക്കുകയും അതിനെതിരെ ശക്തമായ ജനകീയമായ പ്രതിഷേധങ്ങൾ തീർക്കുകയും ജനങ്ങളെ ബോധവൽക്കരിക്കുകയും ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ കത്തിജ്വലിക്കുന്ന ഫാസിസ്റ്റ് വിരുദ്ധ പ്രസ്ഥാനമായ SDPIയുടെ സംസ്ഥാന സെക്രട്ടറിയെ RSSകാർ കുത്തിനുറുക്കി. എന്താണ് കേരളത്തിന്റെ പോലീസ് ചെയ്തത്? നമ്മുടെ പിണറായി വിജയന്റെ പോലീസുകാരൻ എന്താണ് പണിയെന്ന് മധ്യമേഖല DIG ആയിരുന്ന ഹർഷിത അട്ടല്ലൂരി പിറ്റേന്ന് 19-ാം തീയതി ഞായറാഴ്ച രാവിലെ മാധ്യമങ്ങളോട് ഹർഷിത അട്ടല്ലൂരി പറഞ്ഞത്, ഞങ്ങൾ നേരം വെളുക്കുന്നത് വരെ ഉറങ്ങാതെ RSS കാര്യാലയങ്ങൾക്ക് കാവലിരിക്കുകയായിരുന്നു. RSSന്റെ നേതാക്കന്മാർക്ക് ഞങ്ങൾ സെക്യൂരിറ്റി ഇരിക്കുകയായിരുന്നു. RSSകാരുടെ പോക്കുകളും യാത്രകളും ഞങ്ങൾ തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. അല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ 10-50 ജീവനുകളാണ് രക്ഷിച്ചത് എന്നാണ് ഹർഷിത അട്ടല്ലൂരി പറഞ്ഞത്. ഒരു പാർട്ടിയുടെ, അതും ഏതെങ്കിലും പാർട്ടിയുടെ അല്ല, ഇന്ത്യ രാജ്യത്ത് RSS ഉയർത്തുന്ന വെല്ലുവിളികളെ ഞങ്ങൾ ജനകീയമായി ചെറുത്തു തോൽപ്പിക്കും, പ്രതിരോധിക്കും, തെരുവിൽ നേരിടുമെന്ന് ജനകീയമായി തെരുവിൽ നേരിടുമെന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട സംസ്ഥാന സെക്രട്ടറിയെ അതിദാരുണമായി RSSകാർ കുത്തുനുറുക്കിയപ്പോൾ പിണറായി വിജയന്റെ പോലീസ് RSSകാരന് RSSന്റെ കാര്യാലയത്തിന് സെക്യൂരിറ്റി നിൽക്കലായിരുന്നു പോലീസിന്റെ പണി, അല്ലേ? പോലീസ് ചെയ്ത പണിയ. എന്നാൽ RSSകാരന്റെ വീടുകളിൽ പോകുവാൻ പിണറായി വിജയന്റെ പോലീസിനെ കൊണ്ട് പറ്റിയോ? RSSകാരന്റെ ആസ്ഥാനങ്ങളിലേക്കും കാര്യാലയങ്ങളിലേക്കും പോകുവാൻ പിണറായി വിജയന്റെ പോലീസിന് പറ്റിയോ? അവിടത്തെ ADGP ആയിരുന്ന വിജയ് സാക്കറയുടെ ജോലി എന്തായിരുന്നു? RSSകാരനെ സംരക്ഷിക്കാനുള്ള പദ്ധതികൾ ഒരുക്കി. പക്ഷേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൗർഭാഗ്യവശാല് പിറ്റേന്ന് രാവിലെ RSS നേതാവായ രഞ്ജിത്ത് ശ്രീനിവാസൻ എന്ന് പറയുന്ന RSS നേതാവ് കൊല്ലപ്പെട്ടു. ഞങ്ങൾ പറയുന്നു, രഞ്ജിത്ത് ശ്രീനിവാസനെ കൊന്നത് SDPIക്കാരനാണെന്ന് മാധ്യമ വിചാരണ നടത്തുന്ന മലയാള മനോരമയോടും മാതൃഭൂമിയോടുമൊക്കെ ഞങ്ങൾക്ക് പറയാനുള്ളത്, അത് ചാനലുകളല്ല തീരുമാനിക്കേണ്ടത്, കേരളത്തിലെ കോടതിയാണ് തീരുമാനിക്കേണ്ടത് ആരാണ് കൊന്നത് എന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണ് പോലീസ് പിറ്റേന്ന് രാവിലെ മുതൽ ചെയ്തത്? രാത്രിയിൽ KS 12 മണിയോടുകൂടി
SDPIയുടെ സംസ്ഥാന സെക്രട്ടറി കൊല്ലപ്പെട്ടത് വാർത്തയറിഞ്ഞ ഉടൻ തന്നെ, അല്ലെങ്കിൽ വെട്ടേറ്റു എന്നറിഞ്ഞപ്പോൾ തന്നെ കാസർഗോഡ് മുതൽ അനന്തപുരി വരെ കേരളത്തിന്റെ 14 ജില്ലകളുടെ കുഗ്രാമങ്ങളിൽ തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിന് വെട്ടേറ്റതിൽ അവര് ആ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാര്, SDPIയുടെ പ്രവർത്തകന്മാര് പ്രതിഷേധം രേഖപ്പെടുത്തിയപ്പോൾ അവരുടെ പ്രകടനങ്ങളിൽ രോഷാഗ്നി ഉണ്ടാകുമെന്നറിഞ്ഞിട്ട് പോലും പോലീസ് ചെയ്തത് RSS കാര്യാലയത്തിന് സെക്യൂരിറ്റി ഇരിക്കുകയാണ് ചെയ്തത്. പോലീസിനെ വിളിച്ചുകൂട്ടി 3000-ഓളം വരുന്ന പോലീസിനെ വിന്യസിച്ചു എന്നാണ് പ്രിയപ്പെട്ടവരെ ADGP പറഞ്ഞത്, ADGP വിജയ സാക്കറെ പറഞ്ഞത്. എന്നാല് RSSകാരൻ കൊല്ലപ്പെട്ടപ്പോൾ പോലീസിന്റെ മനോഗതിയൊക്കെ മാറി, പോലീസിന്റെ സാഹചര്യമൊക്കെ മാറി. ഷാൻ കൊല്ലപ്പെട്ട വാർത്ത എറിഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക്, എറണാകുളത്തെ മെഡിക്കൽ ട്രസ്റ്റിലേക്ക് വരികയായിരുന്ന SDPIയുടെ ജില്ലാ സെക്രട്ടറി സാലിം സാഹിബിനെ പോലീസ് പിടിച്ചു കൊണ്ടുപോകുന്നു, മാരകമായി മർദ്ദിക്കുന്നു. അദ്ദേഹത്തിന് മട്ടല്ലിന് മാരകമായി പരിക്കേറ്റുകൊണ്ട് നട്ടെല്ലിന് ക്ഷതമേൽക്കുന്ന സാഹചര്യമുണ്ടായി. കിട്ടിയ SDPIയുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും ഒക്കെ പ്രവർത്തകന്മാരെ പോലീസ് പിടിച്ചു കൊണ്ടുപോകുന്നു, പോലീസ് മർദ്ദിക്കുന്നു, അനുഭാവികളെ കൊണ്ടുപോകുന്നു. എന്താണ് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? ആരുടെ സ്വാധീന വലയത്തിലൂടെയാണ് കേരളത്തിന്റെ പിണറായിയുടെ പോലീസ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുമാത്രമല്ല, ഒരു നാട്ടിൽ ഫിറോസ് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ പോലീസ് പിടിച്ചു കൊണ്ടുപോയി. അവൻ പോപ്പുലർ ഫ്രണ്ടുകാരനല്ല, അവൻ SDPIക്കാരനല്ല, അവൻ ഒരു സംഘടനയിൽ പോലും പ്രവർത്തിക്കാത്ത ഫിറോസ് മുഹമ്മദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ പിടിച്ചുകൊണ്ട് പോലീസ് പോയിട്ട് മാരകമായി അവനെ പീഡിപ്പിക്കുകയാ. പോലീസ് രാത്രിയിൽ ഇടിക്കുകയാണ്, ഉടുതുണി പോലും ഇല്ലാതെ ഇടിക്കുകയാണ് പോലീസ്. ആരുടെ പോലീസ്? വിജയ സാക്കറയുടെ പോലീസ്, ഹർഷിത അട്ടല്ലൂരിയുടെ പോലീസ് അല്ലേ? പ്രിയപ്പെട്ടവരെ, പിണറായി വിജയന്റെ പോലീസ്. സാക്ഷര സുന്ദര കേരളത്തിൽ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ ഇടിക്കുകയാണ്. എന്നിട്ട് പോലീസുകാരന്റെ വായിൽ കൊള്ളാത്ത വർത്തമാനങ്ങൾ അവന്റെ തുണി പൊക്കി നോക്കുകയാണ്. നീ സുന്നത്ത് ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നിന്റെ ഉമ്മയെയും ഭാര്യയെയും നിന്റെ നേതാക്കന്മാർക്ക് മാത്രമുള്ളോടാ കൂട്ടിക്കൊടുക്കുകയുള്ളൂ, ഞങ്ങൾക്ക് കൂട്ടിത്തന്നാൽ എന്താണ് കുഴപ്പമെന്ന് രാജേഷ് എന്ന് പറയുന്ന ഒരു പോലീസുകാരൻ ചോദിക്കുകയാ. അവനെ മാരകമായി ഇടിക്കുകയാണ്. മാരകമായി ആക്രമിക്കുമ്പോൾ ആ പാവപ്പെട്ട ഫിറോസ് മുഹമ്മദ് വാർത്ത ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം, എനിക്ക് മൂത്രം പോകുന്നില്ല, രക്തമാണ് പോകുന്നതെന്ന് പറഞ്ഞു. അവസാനം അവന്റെ നിലവിളിക്കൊടുവിൽ ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോൾ മാധ്യമ ലോകത്തോട് ഫിറോസ് മുഹമ്മദ് വിളിച്ചിട്ട്, വാർത്താ സമ്മേളനം വിളിച്ചിട്ട് അവൻ പറഞ്ഞു, കേരളത്തിന്റെ പോലീസിന്റെ രമേശ് എന്ന് പറയുന്ന പോലീസുകാരൻ, ആലുവ രമേശ് എന്ന് പറയുന്ന പോലീസുകാരൻ ആലപ്പുഴ DYSPയുടെ സാന്നിധ്യത്തിൽ വെച്ചാണ് എന്നെ പീഡിപ്പിച്ചെന്ന് പറയുമ്പോൾ ഞാൻ SDPIയും പോപ്പുലർ ഫ്രണ്ടുകാരനുമല്ല എന്ന് വിളിച്ചു പറയുമ്പോഴും എന്നെ പോലീസ് പീഡിപ്പിക്കുമ്പോൾ ഇതൊക്കെ കണ്ട് DYSP ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ഫിറോസ് മുഹമ്മദ് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, പിറ്റേന്ന് ഫിറോസ് മുഹമ്മദിന്റെ വാർത്താ സമ്മേളനത്തിന്റെ വൈകിട്ട് രാഷ്ട്രീയ പാര പോലെ ADGP വിജയ സാക്കറെ വാർത്താ സമ്മേളനം നടത്തിയിട്ട് പറയുകയാണ് പോലും, ഇവൻ പറഞ്ഞത് സത്യമാണ് എങ്കിൽ എന്റെ ADGP സ്ഥാനവും IPS-ഉം രാജിവെക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു. ഫിറോസ് മുഹമ്മദ് പിറ്റേന്ന് തിരിച്ചടിച്ചു, എന്നെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കാൻ കേരള പോലീസും വിജയ സാക്കറയും തന്റെ ഇടമുണ്ടോ എന്ന് ഫിറോസ് മുഹമ്മദ് എന്ന ചെറുപ്പക്കാരൻ ചോദിച്ചപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് തന്റെ ഇടമുണ്ടായിരുന്നെങ്കിൽ പറയണമായിരുന്നു. വിജയ സാക്കറെ ഫിറോസിന്റെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് അവനെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് പറയണമായിരുന്നു. അല്ലെങ്കിൽ കേരള പോലീസ് സ്റ്റേഷനുകളിൽ പോലീസ് വെച്ചിരിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവിടാൻ തയ്യാറാകണമെന്ന് പിണറായി വിജയനും പോലീസും പറയണമായിരുന്നു. പറഞ്ഞോ സഖാക്കളെ? എന്തേ പറഞ്ഞില്ല? എന്ന് പറഞ്ഞാൽ RSSന് വിധേയവൽക്കരിച്ച രീതിയിൽ കേരളത്തിന്റെ പോലീസ് സംവിധാനത്തെ മാറ്റിയിരിക്കുന്നു. അല്ലേ? പോലീസ് ഉദ്ദേശിക്കുന്ന ആളുകളെയൊക്കെ കൊണ്ടുപോകുന്നു, മാരകമായി പീഡിപ്പിക്കുമ്പോ. അന്ന് ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ, ഇവിടെ കലാപമുണ്ടാകാൻ
അതിന് നേതൃത്വം വഹിച്ച അവിടെ RSSന്റെ നിലത്ത് കിടന്ന് പായിൽ കിടന്നുറങ്ങിയവനെ മരത്തിന്റെ കൊമ്പത്ത് കയറ്റി ആവേശം കൊടുത്ത വത്സം തില്ലങ്കേരി എന്ന കേരള സംസ്ഥാനത്ത് മാനവ സൗഹാർദ്ദത്തെ തകർത്ത് കലാപകലുഷിതമാക്കി ഇവിടെ ഹിന്ദു മുസ്ലിം വർഗീയ വൈരുദ്ധ്യം വളർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വത്സം തില്ലങ്കേരി ധീരമായി പ്രസംഗിച്ചിട്ടാണ് പോയത്. അതിന് ദിവസങ്ങൾ കഴിയുമ്പോഴാണ് പ്രിയപ്പെട്ട ഷാൻ എന്ന് പറയുന്ന സഹോദരൻ കൊല്ലപ്പെടുന്നത്. അല്ലെ, ഞങ്ങൾ പോപ്പുലർ ഫ്രണ്ടുകാരനെയും SDPI കാരെയും പാഠം പഠിപ്പിക്കും, പഴയ കണക്കുകൾ ഞങ്ങൾ തീർക്കുമെന്ന് പറഞ്ഞപ്പോ പോലീസ് ഇന്നുകൊണ്ട് റെക്കോർഡ് ചെയ്തിട്ട് ഇട്ടിരിക്കുന്ന കാക്കിയോട് കൂറുള്ള ഒരു പോലീസുകാരനെങ്കിലും 153A പ്രകാരം കേസെടുത്തിട്ട് നിങ്ങൾ മതസൗഹാർദ്ദവും കലാപ സാഹചര്യവും വളർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ നാടിന്റെ ശാന്തിയും സമാധാനവും തകർത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് 153A പ്രകാരം കേസെടുക്കാനും അറസ്റ്റ് ചെയ്യാനും നട്ടല്ലില്ലാത്ത പോലീസുകാരൻ കേരളത്തിൽ ആലപ്പുഴയിൽ ഉണ്ടായപ്പോ അതേ ഷാൻ കൊലപാതകത്തിൽ പിടിക്കപ്പെട്ട ഒരു പ്രതി പറഞ്ഞത്, എനിക്ക് വത്സം തില്ലങ്കേരിയുടെ പ്രേരണയിൽ നിന്നും പ്രസംഗത്തിൽ നിന്നും ഞങ്ങളെ വിളിച്ചു കൂട്ടിയിരുത്തി കാര്യാലയത്തിൽ നൽകിയ ക്ലാസ്സിൽ നിന്ന് കിട്ടിയ പ്രേരണയാണ് എനിക്ക് കൊലപാതകത്തിൽ എത്തിച്ചേരാൻ കഴിഞ്ഞതെന്ന് പറഞ്ഞിട്ട് പോലും ഒരു നടപടിയെടുക്കാനും ഷാൻ കൊലപാതകത്തിന്റെ ഗൂഢാലോചന പട്ടികയിൽ വത്സം തില്ലങ്കേരി എന്ന് പറയുന്ന 1ാം നമ്പർ ക്രിമിനലെ ഉൾപ്പെടുത്താൻ പോലീസ് തയ്യാറായിട്ടില്ല. SDPIയുടെ നേതാക്കന്മാരും എല്ലാം പറഞ്ഞു തില്ലങ്കേരിയുടെ പങ്കിനെ കുറിച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ CPMന്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് കൊടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു, KS ഷാന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് തില്ലങ്കേരിക്ക് ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞപ്പോ പാർട്ടി സെക്രട്ടറി എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് മേലെയാണ് പാർട്ടി സെക്രട്ടറി ഉള്ളത് എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയേക്കാൾ പാർട്ടി തലത്തിൽ പ്രോട്ടോകോൾ പ്രകാരം മുമ്പിലുള്ള കൊടിയേരി ബാലകൃഷ്ണൻ പോലും പറഞ്ഞിട്ട് പോലും അന്വേഷിക്കാൻ ഇതുവരെ നാഴികൾക്ക് 40 വട്ടം പറഞ്ഞിട്ട് പോലും അന്വേഷിക്കാൻ പിണറായി വിജയന്റെ പോലീസിനെ കൊണ്ട് പറ്റിയിട്ടില്ലെങ്കിൽ കേരളത്തിന്റെ സമാധാന അന്തരീക്ഷത്തെ കലാപകലുഷിതമാക്കി ഇവിടെയും കൂടെ രക്തമൊഴുക്കി വിട്ടിവിടത്തെ ഹിന്ദു മുസ്ലിം സൗഹൃദ അന്തരീക്ഷത്തെ തകർത്ത് തറുക്കാനാണ് RSS പദ്ധതിയിടുമ്പോൾ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളോട്, കേരളത്തിലെ ജനങ്ങളോട് നിങ്ങൾ RSSനെ ഭയപ്പെടരുത്, RSSന്റെ മുന്നിൽ മനസ്സും ശരീരവും പണയപ്പെടുത്തരുത്, RSSന്റെ മുന്നിൽ നിങ്ങളുടെ വിശ്വാസം പണയപ്പെടുത്തരുത്, RSSനെ ഭയപ്പെടരുത് എന്ന് തന്റെ ഇടത്തോട് കൂടി പറയുമ്പോ പോലീസിലുള്ള ആളുകൾക്ക് പോലും ഇന്ന് അസ്വസ്ഥതയാണ്. അല്ലേ, ഇന്ന് നിങ്ങൾക്കറിയല്ലോ, തൊടുപുഴയിൽ ഒരു പാവപ്പെട്ട അനസ് എന്ന് പറയുന്ന പോലീസുകാരൻ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്ക് RSSനെ കുറിച്ചുള്ള രഹസ്യങ്ങൾ ചോർത്തി തന്നു എന്ന് പറഞ്ഞ് അനസ് എന്ന് പറയുന്ന വണ്ണപ്പുറത്തെ പോലീസുകാരന്റെ വീട്ടിലേക്ക് RSSകാരൻ രാധാകൃഷ്ണൻ BJPയുടെ സമുന്നത നേതാവ് RSSന്റെ ഒരു കാലത്ത് പ്രചാരകനൊക്കെ ആയിരുന്ന രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയിട്ട് അനസിനെതിരെ മാർച്ച് നടത്തുകയാണ്. അനസിനെ SDPIക്കാരനാക്കി മാറ്റുകയാണ്, അനസിനെ തീവ്രവാദിയാക്കി മാറ്റുകയാണ്. ഞങ്ങളവിടെ പൊതുയോഗം വെച്ചിട്ട് പറഞ്ഞു, പോപ്പുലർ ഫ്രണ്ട് പൊതുയോഗം വെച്ചിട്ട് പറഞ്ഞു, പോലീസ് ഓഫീസർമാരോട് പറഞ്ഞു, അനസ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകന് കൊടുത്തു എന്ന് പറയുന്ന വിവരമെന്താണ് എന്ന് കേരളത്തിന്റെ പോലീസ്, അതും തൊടുപുഴ DYSP പുറത്തുവിടണമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ പുറത്തുവിടാൻ തയ്യാറായിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, പോപ്പുലർ ഫ്രണ്ടിന് അനസ് വിവരം നൽകണോ? RSSനെ കുറിച്ചുള്ള വിവരം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്ക് അനസ് തരേണ്ട ഗതികേടെന്നും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്കില്ലണോ RSSകാരാ? കഴിഞ്ഞ 33 വർഷക്കാലം RSS എന്താണ് എന്ന് പഠിച്ച് മനസ്സിലാക്കി അതിന്റെ ഫിസിക്സും ബയോളജിയും കെമിസ്ട്രിയും അതിന്റെ തിയറിയും അതിന്റെ പ്രാക്ടിക്കലും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. അത് ഇവിടുത്തെ പോലീസും RSSകാരും മറക്കേണ്ടതില്ല. ഇല്ലേ, ഈയിടെ മറുനാടൻ മലയാളിയുടെ സക്കറിയ പോലും പറഞ്ഞത്, എനിക്ക് പോപ്പുലർ ഫ്രണ്ടുകാരന്റെ പ്രസംഗം കേട്ടപ്പോഴാണ് RSSന് ഇത്രയും സംവിധാനങ്ങളുണ്ട് എന്ന് മനസ്സിലായത് എന്ന് മറുനാടൻ മലയാളിയുടെ അതിന്റെ യൂട്യൂബ് ചാനലിന്റെ മേധാവി സക്കറിയ പോലും പറഞ്ഞെങ്കിൽ RSSകാരാ
നിന്നെ കുറിച്ചുള്ള വിവരം ഈ രാജ്യത്തിന്റെ പൗരഭൂരിപക്ഷത്തിന് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ കൈമാറിയിട്ടുണ്ട്. അല്ല, ഇങ്ങനെ ഒരു സാഹചര്യം കേരളത്തിൽ ഊരിത്തിരിഞ്ഞു വരികയാ. മഹാരാഷ്ട്ര പോലെ, കർണാടക പോലെ, ഗുജറാത്ത് പോലെ, UP പോലെ ഈ രാജ്യത്തെ മുസ്ലിം മനസ്സുകളെ അസ്വസ്ഥതവൽക്കരിക്കാൻ കേരളത്തിലും RSS നീക്കം നടത്തിക്കൊണ്ടിരിക്കുമ്പോ പിണറായി വിജയന്റെ പോലീസുകാരി RSS വൽക്കരിക്കുന്നില്ലേ? പാർട്ടിയുടെ സെക്രട്ടറി പറയുന്നു RSSല് പോലീസിൽ RSSന്റെ സെല്ലുണ്ട് എന്ന് പറയുന്നു. CPIയുടെ നേതാവ് ആനിരാജ പറയുകയാണ് കേരള പോലീസിൽ RSSന്റെ സെല്ലും വിങ്ങും യൂണിയനും ഉണ്ട് എന്ന് പറയുന്നു. അല്ലേ? കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ ജില്ലാ സമ്മേളനത്തിലും മുഖ്യമന്ത്രിയെ വേദിയിരുത്തിയിട്ട് പറയുന്നു കേരളത്തിൽ RSSന്റെ മുഴുവൻ സംവിധാനങ്ങളിലും കേരള പോലീസിൽ RSSന് സെല്ലുണ്ട്. RSSകാരായ പോലീസുകാരുടെ ഇടയില് ഒരു വാട്സാപ്പ് കൂട്ടായ്മയുണ്ട് എന്ന് CPMന്റെ സമ്മേളനങ്ങളിൽ തന്നെ വിളിച്ചു പറഞ്ഞിട്ടും കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇരിക്കുന്ന വേദിയിൽ മിണ്ടാട്ടമില്ല. RSSനെതിരെ നാഴികയ്ക്ക് 40 വട്ടം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന പ്രകാശൻ മാസ്റ്റർ എന്ന അവരുടെ സൈദ്ധാന്തികന്റെയും ഗോവിന്ദൻ മാഷ് എന്ന് പറയുന്നവരുടെ സൈദ്ധാന്തികന്റെയും നാവിൽ നിന്ന് ഇല്ല എന്ന് പറയാൻ CPMനെ കൊണ്ട് തയ്യാറായിട്ടില്ല. പാർട്ടി സെക്രട്ടറി പറയുന്നു, അല്ലെ, ഇത് പറഞ്ഞതിന്റെ പിറ്റേന്നാണ് വരുന്നത് കൈരളി ചാനലില് കേരള പോലീസില് തത്തമസി എന്ന് പറയുന്ന ഒരു വാട്സാപ്പ് കൂട്ടായ്മയുണ്ട്. നഊദുബില്ലാ. മിണ്ടാത്ത പാർട്ടി നേതാക്കന്മാരുടെ നാവിന് തിരിച്ചടി കൊടുത്തുകൊണ്ട്, അവരുടെ പ്രസ്താവനകൾക്ക് തിരിച്ചെടുത്തുകൊണ്ട് അവരുടെ മുഖചാനലായ കൈരളി പറയുന്നു തത്തമസി എന്ന് പറയുന്ന വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിന് ക്രൈംബ്രാഞ്ചിലെ ഉന്നത ഉദ്യോഗസ്ഥരാണ് അതിനെ നിയന്ത്രിക്കുന്നത്. ലോക്കൽ പോലീസുകാരനല്ല, ക്രൈംബ്രാഞ്ചിലെ ഉന്നത ഉദ്യോഗസ്ഥനാണ് അതിനെ നിയന്ത്രിക്കുന്നത്. തിരുവനന്തപുരം പോലീസ് കൺട്രോൾ റൂമിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പോലീസ് ഓഫീസറാണ് അതിനെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാരുടെ കഥയാ? ഇതാരുടെ കഥയാ? കർണാടകയിലെ കഥയല്ല. ഇത് ആസാമിന്റെ ഹിമന്ത ബിശ്വ ശർമ്മയുടെ കഥയല്ല. സംസ്ഥാനത്തെ കഥയല്ല. യോഗി ആദിത്യനാഥിന്റെ UPയുടെ കഥയല്ല. അല്ലേ? രാജ്നാഥ് സിംഗിനെ പോലും ഇന്ത്യയുടെ ആഭ്യന്തര പദത്തിൽ ഒരു വേളയിൽ എത്തിച്ച രാജസ്ഥാനിൽ RSS സ്വാധീന വലയത്തിലെ കഥയല്ല. ഇത് മുസ്ലിം സമുദായത്തെ കൊന്നൊടുക്കളാൻ പറയുന്ന ഹരിദ്വാറിലെ സന്യാസിമാരുടെ സംസ്ഥാനത്ത് നിന്ന് വന്ന ശബ്ദമല്ല. പ്രബുദ്ധ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന്റെ 2ാം വരവിന് അവസരമൊടുക്കി കൊടുത്തു സാക്ഷര കുന്തര കേരളത്തെ കലാപകലുഷിതമാക്കരുത്, RSSനെ പിടിച്ചു കെട്ടുമെന്ന പ്രതീക്ഷയോടുകൂടി ഈ രാജ്യത്തെ മതന്യൂനപക്ഷ വിഭാഗത്തിന്റെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിലൂടെ അധികാരത്തിന്റെ സോപാനത്തിലെത്തിയ കേരളത്തിലെ കഥയാ. മിണ്ടുന്നില്ലല്ലോ. ഒരു സുജായിക്കും മിണ്ടാട്ടില്ല, ഒരാളും മിണ്ടുന്നില്ല. ഒന്നാലോചിച്ചു നോക്കിക്കേ, കേരളത്തിൽ അങ്ങനെ ഉള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. രാജേഷ് എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ മാത്രമല്ല, പോപ്പുലർ ഫ്രണ്ടിനെ കുറിച്ച് ഇതിനെക്കുറിച്ചെല്ലാം ഞങ്ങള് പല ഓഫീസർമാരെയും കുറിച്ച് ദീർഘവീക്ഷണത്തോടുകൂടി ഞങ്ങൾ മുമ്പേ പറഞ്ഞു. ഒരു ഉണ്ണി രാജ ഞങ്ങൾക്കറിയില്ലേ, പഴയ NDF-കാർക്ക് ഓർമ്മയുണ്ടാകും. തൃശൂർ ജില്ലയിലെ RSSകാരൻ കൊല്ലപ്പെട്ടപ്പോൾ അദ്ദേഹം അന്ന് ആദ്യം NDF ആയിരുന്നു, NDF-കാരനാണെന്നാണ് പറഞ്ഞത്. തൃശൂർ ജില്ലയിൽ RSSകാരൻ കൊല്ലപ്പെട്ടപ്പോൾ NDF-കാരനാണെന്ന് പറഞ്ഞ് ഞങ്ങളുടെ പ്രവർത്തകന്മാരെ പിടിച്ചടിച്ച ഉണ്ണിരാജ IPS RSSകാരനാണ് എന്ന് ഞങ്ങളന്ന് പറഞ്ഞു. ഉണ്ണിരാജ അവസാനം എത്തിച്ചേരുന്നത് അലിഞ്ഞു ചേരുന്ന ആലയം RSSന്റെ ആലയത്തിലാണെന്ന് പറഞ്ഞു. ഇന്ന് ഉണ്ണിരാജ IPS വിരമിച്ചപ്പോൾ RSSന്റെ ആലയത്തിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, സെൻകുമാറിനെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞു. അയാൾ പോകാൻ വേണ്ടി പോകുന്നത്, അയാളുടെ പ്രവർത്തനം RSS വൽക്കരിച്ച നീക്കങ്ങളാണ്. സെൻകുമാർ IPS കേരളത്തിലെ DGP-മാർക്ക് നാണക്കേട് വരുത്തിയിട്ട് പോയ DGP-യാണ് സെൻകുമാർ. ജേക്കബ് അല്ലേ? അതുപോലെ വന്ന ആളുകളൊക്കെ RSSന് വിധേയവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കേരളത്തിൽ ഇന്ന് RSSനെ സംബന്ധിച്ചിടത്തോളം, ഈ നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം RSSകാരായ ആളുകൾക്കെതിരെ വരുന്ന കേസുകളിലൊക്കെ വമ്പിച്ച ഇടപെടലുകളാണ് പോലീസുകാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലേ?
ഒന്ന് ആലോചിച്ച് നോക്കൂ. റിയാസ് മൗലവിയുമായി ബന്ധപ്പെട്ടിട്ട് അയാളുടെ വധമുണ്ടായപ്പോ പണ്ഡിതന്റെ കൊടകുകാരനായ ഒരു പണ്ഡിതനെ കുത്തിനുറുക്കിയപ്പോൾ കേരളത്തിന്റെ DGPയും കേരളത്തിന്റെ പോലീസും എന്താണ് പറഞ്ഞത്? മദ്യലഹരിയിലുള്ള ആളുകള് 6 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് കത്തി മൂരിക്കൊണ്ടുവന്ന് റിയാസ് മൗലവിയെ കുത്തിയത് മാനസികമായ പ്രശ്നമാണ്, കൊന്നത്. FIR എഴുതിയപ്പോൾ പിണറായി വിജയന്റെ പോലീസ് മാനസിക വൈര്യം കൊണ്ട് മദ്യലഹരിയിലാണ് എന്ന് പറഞ്ഞപ്പോൾ വിദഗ്ധരായ നിയമ അഭിഭാഷകര് പറയുന്നു, കേസിൽ കോടതി വിധി പറയുമ്പോൾ ഒരുപക്ഷെ ശിക്ഷയുടെ ഇളവ് പോലും കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ ആ വകുപ്പിട്ടുകൊണ്ട് രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു. മാനസിക പ്രശ്നം പറഞ്ഞുകൊണ്ട് 8 വയസ്സുകാരനായ ഫായിദുമോനെ കുത്തി നുറുക്കിയപ്പോൾ എന്താണ് പ്രിയപ്പെട്ടവരെ പറഞ്ഞ്? മദ്രസയിൽ പോയ ഫായിദുമോനെ കുത്തിയപ്പോൾ പോലീസ് കാസർഗോഡ് പോലീസ് സൂപ്രണ്ട് കൊടുത്ത സർട്ടിഫിക്കറ്റ് മാനസിക രോഗി എന്നാണ് പറഞ്ഞത്. അല്ലെ സഹോദരന്മാരെ, നമ്മളൊന്ന് ആലോചിച്ചു നോക്കിക്കേ. കതിരൂരിലെ മനോജ് സേവാ കേന്ദ്രത്തിന് നേരെ സ്ഫോടനം നടത്തി ആ ബോംബെറിഞ്ഞ RSSകാരെ പിടിച്ചപ്പോൾ പോലീസ് പറഞ്ഞത് മാനസിക രോഗികൾ എന്നാണ് പറഞ്ഞത്. കോട്ടയത്ത് 3 ഇടങ്ങളിൽ ട്രെയിൻ അട്ടിമറി നടത്തിയത് RSSന്റെ സജീവ പ്രവർത്തകരാണ് എന്ന് വാർത്ത വന്നപ്പോൾ അവർക്ക് മാനസിക വിഭ്രാന്തിയും ജീവിതത്തിലെ വൈവാഹിക ജീവിതത്തിലെ പ്രശ്നകലുഷിത സാഹചര്യങ്ങൾ ഉണ്ടായ നിരാശ കൊണ്ടാണ് അവർ ട്രെയിൻ അട്ടിമറിക്കാൻ വേണ്ടി പോയത്. ആരാ പറഞ്ഞത്? കേരളത്തിന്റെ പോലീസാണ് പറഞ്ഞത്. അല്ല, ഒന്ന് ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ. പത്മരാജനെ നിങ്ങൾ പപ്പനെ അറിയില്ലേ? പാലത്തായി പെൺകുട്ടിയെ പീഡിപ്പിച്ച പപ്പനെ അയാളെ രക്ഷപ്പെടുത്തിയ ശ്രീജിത്ത് IPS പിണറായി സർക്കാരിന്റെ കാലത്തല്ലേ? പാലത്തായി പപ്പം പീഡിപ്പിച്ച പെൺകുട്ടിയുടെ ഉമ്മയുടെ ഒലിച്ചു വന്ന കണ്ണുനീരിന് ഇന്നും സമാധാനം പറയാൻ ഈ സർക്കാരിനെ കൊണ്ട് പറ്റിയിട്ടില്ല, അന്വേഷണ ഏജൻസിയെ കൊണ്ട് പറ്റിയിട്ടില്ല. മാസങ്ങളോളം ഒളിവിൽ പോവാൻ പത്മരാജൻ അവസരം കൊടുത്ത പാലത്തായി പപ്പൻ അവസരം കൊടുത്തത് ശ്രീജിത്ത് IPSനെ പോലുള്ളവരാണെന്ന് പറയുമ്പോ ശ്രീജിത്ത് IPSനെ മാറ്റി നിർത്തി അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന ശ്രീജിത്ത് IPSനെ മാറ്റി നിർത്തിക്കൊണ്ട് അയാളെ ഡ്യൂട്ടിയിൽ അവധിയെടുപ്പിച്ചിട്ടൊരു സത്യസന്ധരായ IPS ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് കേരളത്തിന്റെ പൗരസമൂഹം ഒന്നടങ്കം പറഞ്ഞപ്പോഴും പിണറായി വിജയനും അയാളുടെ പോലീസ് സംവിധാനങ്ങളും അതും RSSന് വേണ്ടി മൗനാനുവാദം കൊടുത്തു. RSSന് വേണ്ടി മൗനാനുവാദം കൊടുത്തെന്ന് മാത്രം ഇന്ന് അയാളുടെ റാങ്ക്, അയാളുടെ തസ്തികയിൽ ഉദ്യോഗക്കയറ്റം കൊടുത്തു ആദരിച്ചിരിക്കുന്നു ശ്രീജിത്ത് IPSനെ. നമ്മൾ ആരിലാ പ്രതീക്ഷ അർപ്പിക്കേണ്ടത്? ഈ നാട്ടിലെ പുറത്തുവരിയിലെ സഹോദരങ്ങളോട് ചോദിക്കുക, ആരിലാണ് ഈ RSS എന്ന് പറയുന്ന വൈറസിന്റെ മുന്നിൽ പ്രതീക്ഷയോടുകൂടി നമ്മളുടെ പക്ഷം നിന്ന് നമ്മുടെ ഭാഗതയെന്ന് നിർണയിച്ച് നമ്മളെ സുരക്ഷിതമായി RSSന്റെ വലയത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ആരാണ് പ്രിയപ്പെട്ടവരെ ഉള്ളത്? ആരാ ഉള്ളത്? CPM ഉണ്ടാകുമോ? CPM ഉണ്ടാകുമോ? ഒരു മാസം മുമ്പായി, ഒരു മാസമായില്ലല്ലോ, ഇതേ മറുനാടൻ മലയാളിയുടെ നേതാവ് സക്കറിയയുമായി നടത്തിയ അഭിമുഖം വത്സം തില്ലങ്കേരി നിങ്ങൾ സോഷ്യൽ മീഡിയകളിലൂടെ ഒക്കെ കണ്ട്, യൂട്യൂബ് ചാനലുകളിലൂടെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. കാണാത്ത ഏതെങ്കിലും മാപ്പിള സഖാക്കൾ നേരം വെളുക്കാത്ത ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്ക് സഖാവേ. എന്താണ് പറഞ്ഞത്? എന്താണ് തില്ലങ്കേരിയുമായി നടത്തിയ അഭിമുഖത്തിൽ പറഞ്ഞത്? നിങ്ങൾ എല്ലാ ആളുകളുമായി നിങ്ങൾ ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റിലല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങൾ അഡ്ജസ്റ്റ്മെന്റിലൂടെയല്ലേ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ തില്ലങ്കേരി പറഞ്ഞത് അതെ, ഞങ്ങൾ അഡ്ജസ്റ്റ്മെന്റിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അയാൾ ചോദിക്കുന്നത് ഇപ്പോൾ എന്തേ കണ്ണൂരിൽ CPM ഭരണത്തിൽ വന്നിട്ട് പോലും കണ്ണൂരിൽ നിങ്ങളും RSSും തമ്മിൽ ഒരു തരത്തിലുള്ള പ്രശ്നമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ തില്ലങ്കേരി പറയുകയാണ് പോലും, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞങ്ങളും RSSും തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല. ഞങ്ങളും RSSും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു ഞങ്ങൾ തീർത്തിരിക്കുന്നു. അപ്പോൾ മറുനാടൻ മലയാളിയുടെ സക്കറിയ ചോദിക്കുന്നു, ആ ചർച്ചയിൽ ആരുടെ അനുവാദത്തോടു കൂടിയാണ് നിങ്ങൾ ചർച്ച നടത്തിയത്? കേരളത്തിന്റെ മുഖ്യമന്ത്രി കേൾക്കാത്ത സഖാക്കളുണ്ടെങ്കിൽ പൊന്നുമോനെ ഒന്ന് റെക്കോർഡ് ചെയ്തോണം പറയുന്ന കാര്യങ്ങൾ. എന്നിട്ട് മറുനാടൻ മലയാളി ആ ചാനലിൽ കണ്ടിട്ട് നിങ്ങൾ നോക്കണം, ആരുമായിട്ടാണ് നിങ്ങൾ ധാരണയിലെത്താൻ നിർദ്ദേശം തന്നത്? ഞങ്ങളോട് മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് പോയത്. ആരൊക്കെയുണ്ടായിരുന്നു? ആ തില്ലങ്കേരിയും ചോദിച്ചു, നിങ്ങളുമായി നടത്തിയ RSSന്റെ നേതാക്കളുമായി കണ്ണൂരിൽ നടത്തിയ ചർച്ചയിൽ RSSനെ പ്രതികരിച്ച് ഞാനുണ്ടായിരുന്നു, സജീവൻ ആറളമുണ്ടായിരുന്നു, RSSന്റെ കണ്ണൂർ ജില്ലാ കാര്യവാഹ് ഉണ്ടായിരുന്നു, RSSന്റെ ഉത്തരവാദിത്തപ്പെട്ട മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു. CPMൽ നിന്ന് ആരൊക്കെ ഉണ്ടായിരുന്നു?
അവിടെ ഇന്ന് വന്നത് ഒന്ന് ഗോവിന്ദൻ മാസ്റ്റർ. ആരാണ് ഗോവിന്ദൻ മാസ്റ്റർ? നമ്മുടെ മന്ത്രിയും CPM-ന്റെ സൈദ്ധാന്തികൻ എന്നൊക്കെ അവര് പറയുന്ന ആള്. മറ്റൊന്നാരായിരുന്നു? EP ജയരാജൻ ഉണ്ടായിരുന്നു. പിന്നെ ആരുണ്ടായിരുന്നു? ഇപ്പോഴത്തെ പാർട്ടിയുടെ സെക്രട്ടറി MP ജയരാജൻ, അദ്ദേഹം ഉണ്ടായിരുന്നു. ഞങ്ങൾ മണിക്കൂറുകളോളം ഇരുന്ന് ചർച്ച ചെയ്യപ്പെട്ടു. ഇനി നമ്മൾ തമ്മിൽ ഒരു പ്രശ്നവും ഉണ്ടാവരുത് എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പം പ്രശ്നമുണ്ടാ? കണ്ണൂർ ജില്ലയിൽ RSS-ഉം CPM-ഉം തമ്മിൽ പ്രശ്നമില്ല. എന്തെന്ന് ചോദിച്ചാൽ RSS-മായി നിങ്ങൾ നടത്തിയ അവിഹിതമായ ബന്ധമാണ്. RSS-മായി നടത്തിയ സായം സന്ധിയിലെ ചായക്കോപ്പകൾക്കിടയിൽ നടത്തിയ നിങ്ങളുടെ അഡ്ജസ്റ്റ്മെന്റും ധാരണകൾക്ക് വഴിയിലാണ് നിങ്ങൾ ധാരണയിലെത്തിയിരിക്കുന്നു. RSS-മായി നിങ്ങൾ ഒരു തരത്തിലുള്ള പ്രശ്നത്തിലുമില്ല. കണ്ണൂർ ജില്ലയുടെ കലാപകലുഷിതമായ സാഹചര്യത്തിന്റെ അന്തരീക്ഷങ്ങളിൽ ഇന്നൊരു പ്രശ്നവുമില്ല. അങ്ങനെ വത്സം തില്ലങ്കേരി പറഞ്ഞത് കേരളത്തിന്റെ സോഷ്യൽ മീഡിയയിൽ 10,000-കണക്കിന് വരുന്ന നിങ്ങൾക്ക് വോട്ട് ചെയ്ത ആളുകൾ കണ്ടപ്പോൾ പാർട്ടി നേതാവായ ഗോവിന്ദൻ മാസ്റ്ററോ അല്ലെങ്കിൽ MP ജയരാജനോ, പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എന്ന നിലയ്ക്ക് MP ജയരാജന് വാർത്താ സമ്മേളനം വിളിച്ചിട്ട് കണ്ണൂർ പ്രസ് ക്ലബിൽ ആളുകളെ വിളിച്ചിട്ട് പറയാമായിരുന്നു, വത്സം തില്ലങ്കേരി നടത്തിയ സായം സന്ധിയുടെ ചർച്ച ഞങ്ങളുമായി നടത്തിയിട്ടില്ല എന്ന് പറയാൻ കഴിയണമായിരുന്നു. ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പിന്നെ ആരാണ് RSS വന്നാൽ നമ്മളെ സഹായിക്കാനുള്ളത്? നമ്മളെ ഈ RSS എന്ന് പറയുന്ന വൈറസിന്റെ മുന്നിൽ ആരാണ് സഹായിക്കാനുള്ളത്? ഇല്ലേ? പലരും RSS തലശ്ശേരിയിൽ പ്രകടനം നടത്തിയപ്പോൾ പ്രകടനത്തിലൂടെ വിളിച്ചത് എന്തായിരുന്നു? കുന്നത്തേരിയിലെ ജനാധിപത്യ വിശ്വാസികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. തലയിൽ തൊപ്പി വെക്കാൻ തലകളുണ്ടാവൂല, സുജൂദ് ചെയ്യാൻ പള്ളികളുണ്ടാകൂല, പാങ്ക് വിളിക്കാൻ പള്ളികളുണ്ടാകൂല എന്നാണ് RSS-കാരൻ വിളിച്ചു പറഞ്ഞത്. ഏതെങ്കിലും ഒരു സുജായി കണ്ണൂരിന്റെ ഗ്രാമഗ്രാമാന്തരങ്ങളിലെ വിശ്വാസികളുടെ മനസ്സ് വിറങ്കലിച്ചതും RSS-കാരൻ സമുദായത്തെ അപേക്ഷിച്ചുകൊണ്ട് പള്ളികൾ പഠിക്കുമെന്നും നിസ്കരിക്കാൻ പള്ളി ഉണ്ടാകൂല, തൊപ്പി വെക്കാൻ തലകൾ ഉണ്ടാകൂല എന്ന് ഈ സമുദായത്തെ അധിക്ഷേപിച്ചുകൊണ്ട് തലശ്ശേരിയിലെ ടൗണിലൂടെ പ്രകടനം നടത്തിയപ്പോൾ RSS-ന്റെ മുന്നിൽ ചങ്കുറപ്പോട് കൂടി എണീറ്റ് നിന്നിട്ട് സാധ്യമല്ലടാ RSS-കാരാ, ഞങ്ങൾ നമസ്കരിക്കും, പള്ളികൾ ഞങ്ങൾ സംരക്ഷിക്കപ്പെടും, നിങ്ങൾക്കൊന്നും ചെയ്യാൻ ഈ കണ്ണൂരിൽ നിന്നല്ല കേരളത്തിൽ പോലും സാധ്യമല്ല എന്ന് പറയാൻ ചെങ്കുറപ്പുള്ള ഒരു പ്രസ്ഥാനം കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. അല്ലേ? കേരളത്തിലെ പൊതുസമൂഹം RSS-ന്റെ മുദ്രാവാക്യം വിളിയെ RSS-നെ ഒറ്റപ്പെടുത്തിയപ്പോ കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടു കാണും, കേരളത്തിലെ 300 കേന്ദ്രങ്ങളിലാണ് പോലും RSS വമ്പിച്ച പരിപാടി നടത്താൻ തീരുമാനിച്ചത്. എന്തു പരിപാടി RSS നടത്താൻ തീരുമാനിച്ചത്? ഇന്റലിജൻസിനെ ഒന്നും അറിയിക്കാതെ, ആരെയും അറിയിക്കാതെ കേരളത്തിലെ 300 കേന്ദ്രങ്ങളില് RSS പരിപാടി നടത്താൻ തീരുമാനിച്ചു. RSS-ന്റെ പ്രവർത്തകരോട് പറഞ്ഞു, ഫോണിലൂടെ വിളിക്കരുത്, സൈബർ സെല്ല് വഴി ഇങ്ങനെ പോലീസുകാരൻ ചോർത്തിയെടുക്കും, അതുകൊണ്ട് ചെവിയിൽ പോയി പറയണം. ഇവിടത്തെ ഇന്റലിജൻസ് അറിയുന്നതിന് മുമ്പ് പോപ്പുലർ ഫ്രണ്ട് ഓഫിന്റെയും കേരളത്തിലെ ജനങ്ങളും RSS-ന്റെ വരവിനെ തിരിച്ചറിഞ്ഞിരുന്നു. കേരളത്തിലെ ജനങ്ങൾ അറിഞ്ഞിരുന്നു. ഇവിടത്തെ പോലീസുകാരൻ അറിയുന്നതിന് മുമ്പ് കേരളത്തിന്റെ ഫാസിസ്റ്റ് വിരുദ്ധ ചേരിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ തിരിച്ചറിഞ്ഞു. ഇല്ലേ? ആലപ്പുഴ ജില്ല ഉൾപ്പെടെയുള്ള, കണ്ണൂർ ജില്ല ഉൾപ്പെടെയുള്ള പല ഭാഗങ്ങളിലും ആ പോലീസുകാർ തന്നെ പോയിട്ട് ആളുകളോട് പോയിട്ട് പറയാ, ഷോപ്പ് അടയ്ക്കാൻ പറയുകയാണ്, RSS-ന്റെ പ്രകടനം വരാനുണ്ട്. ഇല്ലേ? ജ്വല്ലറിക്കാരനോട് പറയാണ്, നിങ്ങൾ ജ്വല്ലറി ഒരു മണിക്കൂറത്തേക്ക് താത്തിട്ടെന്ന് RSS-ന് മുന്നിൽ ഒന്ന് വണങ്ങി നിൽക്കണം, ഭയപ്പെട്ട് നിൽക്കണം. ആളുകൾ പോലീസുകാരോട് പറഞ്ഞു, പോയി പണി നോക്കടാ എന്ന് പറയാൻ കേരളത്തിലെ വ്യാപാരികൾ തയ്യാറായി. കാരണം RSS എന്താണ് എന്നും RSS എന്തല്ല എന്നും RSS-ന് കൃത്യമായി ബോധവൽക്കരിച്ചു കൊടുത്തൊരു പ്രസ്ഥാനത്തിന്റെ തണലിന്റെ അടിയിലാണ് കേരളം കിടന്നിറങ്ങുന്നത്. RSS-കാരാ കേരളത്തില് ജനങ്ങൾ തള്ളിക്കളഞ്ഞു RSS-ന്റെ. ആരെങ്കിലും നിങ്ങളുടെ നാട്ടിൽ കട അടച്ച? ആലുവായിൽ കടയടച്ചോ? പെരുമ്പാവൂരിൽ കടയടച്ചോ? പ്രശ്നകലുഷിതമാണെന്ന് അവര് പറഞ്ഞ ആലപ്പുഴ ജില്ലയിൽ പോലും ജനങ്ങൾ തള്ളിക്കളഞ്ഞു. കാസർഗോട്ട് വത്സം തില്ലങ്കേരി പ്രസംഗിച്ചു പോലും. എന്താണ് വത്സം തില്ലങ്കേരി പറഞ്ഞത്? ഞങ്ങൾക്ക് ആരുമായി കേരളത്തിലെ മുസ്ലിം സമുദായവുമായി പ്രശ്നമില്ല, കേരളത്തിലെ മുസ്ലിം ലീഗുമായി ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. ആയിക്കോട്ടെ,
ജമാഅത്തെ ഇസ്ലാമിയുമായി ഞങ്ങൾക്കൊരു ഒരു പ്രശ്നവുമില്ല, ഇല്ലേ? മുജാഹിദ് സലഫി വിഭാഗങ്ങളുമായി RSSന് ഒരു പ്രശ്നവുമില്ല. ഞങ്ങൾക്ക് തബ്ലീഗ് പ്രസ്ഥാനങ്ങളുമായി പ്രശ്നമില്ല. മുസ്ലിം സമുദായത്തിലെ ഒരു പ്രസ്ഥാനങ്ങളുമായി ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഞങ്ങള് പ്രശ്നം വെക്കുന്നത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുമായിട്ടാണ്. ഞങ്ങൾക്ക് പ്രശ്നമെന്നാണ് RSS പറഞ്ഞത്. ഞങ്ങൾ പറയുന്നു RSS ഞങ്ങളുമായി പ്രശ്നമുണ്ട് എന്ന് പറയുമ്പോൾ ചങ്കുറപ്പോടുകൂടി ആ പ്രശ്നത്തെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകർ ഏറ്റെടുത്തിരിക്കുന്നു. RSSകാരാ ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. അപ്പം ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, പോപ്പുലർ ഫ്രണ്ടുമായിട്ടാണ് പ്രശ്നമല്ലേ? തലശ്ശേരിയിൽ തലവെട്ടും കാല് വെട്ടും എന്നൊക്കെ മുസ്ലിങ്ങളെ അടച്ചു പറഞ്ഞിട്ട് അതിന് പൊതുസമൂഹം എതിർത്തു എന്നറിഞ്ഞപ്പോ ഇപ്പം പറയാണ് പോപ്പുലർ ഫ്രണ്ടുമായിട്ടാണ് ഞങ്ങൾക്ക് പ്രശ്നമുള്ളത്. ആയിക്കോട്ടെ, പോപ്പുലർ ഫ്രണ്ടുകാരനായിരുന്നു റിയാസ് മൗലവി. പോപ്പുലർ ഫ്രണ്ടുമായിട്ട് പ്രശ്നമായിരുന്നു എങ്കിൽ ചുരീല പള്ളിയിൽ കിടന്നിറങ്ങിയ റിയാസ് മൗലവി എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ അള്ളാഹുവിന്റെ പള്ളിയിലെ പവിത്രമായ മെഹ്റാബിൽ കറന്നിറങ്ങിയ റിയാസ് മൗലവി എന്തിനാണ് RSSകാരാ നിങ്ങൾ കുത്തിനുറുക്കിയത്? ഫൈദ് എന്ന് പറയുന്ന കാസർഗോഡുകാരനായ ഫൈദ് എന്ന് പറയുന്ന പൊന്നുമോൻ വിശുദ്ധ ഖുർആൻമാരോട് ചേർത്ത് പിടിച്ചുകൊണ്ട് മദ്രസയിലേക്ക് കടന്നുപോയി ഖുർആൻ നെഞ്ചോട് ചേർത്ത് പിടിച്ച ഫൈദ് മോനെ കടാറ ഇറക്കി കുത്തി എന്തിനാണ് RSSകാരാ നിങ്ങൾ കൊന്നുകളഞ്ഞത്? ഫൈദ് മോൻ പോപ്പുലർ ഫ്രണ്ടുകാരനായിരുന്നില്ലല്ലോ. ഫൈദ് മോൻ പോപ്പുലർ ഫ്രണ്ടുകാരന്റെ മകനായിരുന്നില്ലല്ലോ. റിയാസ് മൗലവി പോപ്പുലർ ഫ്രണ്ടുകാരന്റെ മകനായിരുന്നില്ലല്ലോ. എന്തിനാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സത്യമതത്തിന്റെ വാഹക സന്ദേശത്തിന്റെ പ്രയാണത്തിലെ അംഗമായി മാറിയതിന്റെ പേരിൽ കൊടിഞ്ഞീല ഫൈസൽ എന്ന് പറയുന്ന പാവപ്പെട്ട സഹോദരൻ മുസ്ലിമായതിന്റെ പേരിൽ എന്തിനാണ് തിരൂരങ്ങാടിയിലിട്ട് പാവപ്പെട്ട ഫൈസലിനെ എന്തിനാണ് കൊന്നത്? ഫൈസലുമായിട്ടും മുസ്ലിമുമായിട്ടും മുസ്ലിങ്ങളുമായിട്ടും പ്രശ്നമില്ലെങ്കിൽ ഫൈസലിനെ എന്തിനാണ് കൊന്നത്? ഫൈസൽ പോപ്പുലർ ഫ്രണ്ടുകാരനല്ലല്ലോ. എത്രയോ മുസ്ലിം ലീഗിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എന്തിനാണ് നിങ്ങൾ കടാരക്ക് നിങ്ങളുടെ വിധേയവൽക്കരിച്ചത്? അവരൊന്നും പോപ്പുലർ ഫ്രണ്ടുകാരല്ലല്ലോ, അവരൊന്നും SDPIക്കാരല്ലല്ലോ, അവരൊന്നും നിങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ശത്രു പട്ടികയിൽ ഉള്ള ആളുകളല്ലല്ലോ. എന്തിനാണ് RSSകാരെ കൊന്നുകളഞ്ഞത്? ഇവിടെ ഈ നാട്ടിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്ക് പറയാൻ ഇത് RSSന്റെ ഒരു സൈദ്ധാന്തിക തന്ത്രമാണ്. ഒന്നിച്ച് ഒരേ സമയത്ത് ശത്രുക്കളെ ഒരേ സമയത്ത് നിന്ന് മാടി വിളിച്ച് ഇരയാക്കാതെ ഘട്ടം ഘട്ടമായി RSSന് വിധേയവൽക്കരിച്ച് ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താൻ RSS ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. RSSന്റെ മുന്നിലുള്ള തടസ്സഗതികളെ തടസ്സങ്ങളെ തട്ടിമാറ്റിക്കൊണ്ട് പ്രയാണത്തിന് അതിവേഗം കൊടുക്കാൻ RSS ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കലുഷിതാത്മക സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ രാജ്യവും നമ്മുടെ നാടും കടന്നു പോകുമ്പോൾ ഈ കുന്നത്തേരിയിലെ പള്ളിയിൽ നിന്ന് നമസ്കാരം കഴിഞ്ഞ് വിവിധ ഭക്ഷണ സാധന കിറ്റുകളുമായി വീട്ടിലേക്ക് പോകുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ഉപ്പമാരോട്, പോപ്പുലർ ഫ്രണ്ടിന്റെ പൊതുയോഗം കേൾക്കാൻ ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന നല്ലവരായ സഹോദരങ്ങളോട് പറയാൻ, ഇത് പോപ്പുലർ ഫ്രണ്ടിനെ ബാധിക്കുന്ന പ്രശ്നമല്ല. RSS എന്ന് പറയുന്നത് രാജ്യത്തിന്റെ ശത്രുവാണ്. അതുകൊണ്ട് ഈ രാജ്യത്ത് നിന്ന് നമ്മൾ ആട്ടിയോടിക്കാനുള്ള കരിനിയമങ്ങളുടെ മാറാലുകൾ ചാർത്തിക്കൊണ്ട് RSS കടന്നു വരുമ്പോ രാജ്യം വിട്ടു പോകണമെന്ന് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ വൈദേശികാധിപത്യത്തെ രാജ്യത്ത് ചെറുത്തു തോൽപ്പിച്ച് സ്വദേശാധിപത്യത്തിനാക്കം കൊടുത്തുകൊണ്ട് രാജ്യരക്ഷയുടെയും സ്വാതന്ത്ര്യ സമരത്തിന്റെയും പാതകളിൽ ജീവനും ജീവിതവും അർപ്പിച്ച പൂർവിക സൂചികളായ നമ്മുടെ മഹാമഹത്തുക്കളുടെ ചരിത്രം പറയുന്ന ഒരു സമുദായത്തെയും ഒരു വിഭാഗത്തെയും രാജ്യത്ത് നിന്ന് നാടുകടത്താൻ RSS പദ്ധതികൾ ആവിഷ്കരിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിലൂടെ ഇന്ത്യ കടന്നു പോകുമ്പോ ഇതൊന്നും എന്നെ ബാധിക്കുകയില്ല എന്നൊരു ചിന്താധാരയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിൽ അപകടകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്ത്യ കടന്നു പോകുന്നതെന്ന് പറയുമ്പോ ആഗോളതലത്തിൽ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിഭാസങ്ങളെ കുറിച്ചും RSSന്റെ ചുവടുവെപ്പുകളെ കുറിച്ചും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ബ്രിട്ടനിലെയും അമേരിക്കയിലെയും ആളുകൾ ലോകത്തോട് വിളിച്ചു പറയുന്നു, ഇന്ത്യ ഒരു വംശീയ ഉന്മൂലന പ്രക്രിയയിലൂടെ രാജ്യം കടന്നുപോകുന്നു എന്ന് പറയുമ്പോ, ഇന്ത്യയിലെ മുസ്ലിം സമുദായം അടിച്ചമർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോ, അവരുടെ അവകാശങ്ങൾ പിച്ചു ചീന്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോ, ബീഫിന്റെ പേരിൽ മുസ്ലിങ്ങൾ തല്ലിക്കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോ,
നാൽക്കാലികൾക്ക് പോലും കൊടുക്കാത്ത നാൽക്കാലികളെ പോലും പരിഗണിക്കാത്തതുപോലെ മുസ്ലിം ഉമ്മത്തിനെ RSS അടിച്ചു കൊന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോ അവരുടെ വിശ്വാസ സ്വാതന്ത്ര്യത്തെ RSS ഹനീവൽക്കരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോ അവരെ രാജ്യത്തെ അന്യവൽക്കരിക്കാനുള്ള നിയമനിർമ്മാണങ്ങൾ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങൾ വംശീയ ഉന്മൂലന പ്രക്രിയയുടെ അവസാനത്തെ സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് വിളിച്ചു പറയുമ്പോ കുന്നത്തേരിയിലെ ജനാധിപത്യ വിശ്വാസികളോട്, എന്റെ വിശ്വാസി സമൂഹത്തോട് പറയാൻ, നമ്മൾ ഈ കാലഘട്ടത്തിന്റെ ദൗത്യ നിർവഹണ യാത്രാ സംഘത്തിന്റെ ഭാഗതയും നിർണയിക്കാൻ നിങ്ങൾ ഈ നാട്ടിലെ പോപ്പുലർ ഫണ്ടുകാരന്റെ മുന്നിൽ നിൽക്കണമെന്ന് ഞാൻ പറയൂല. പിന്നിൽ നിന്നുകൊണ്ട് ഈ കാലഘട്ടത്തിന്റെ തന്റെ ഇസ്ലാമിക ദൗത്യ നിർവഹണത്തിലേക്ക് കടന്നു വരാൻ ഈ ഉമ്മത്തിലെ കരിഷ്മയുള്ള, നല്ല തന്റെ ഇടമുള്ള, നല്ല ദീർഘവീക്ഷണമുള്ള അള്ളാഹുവിനെ അല്ലാതെ ഇശായിക്ക് കൈകെട്ടിയപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ഇന്ന സലാത്തി വനുസുക്കി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുവേ, എന്റെ നമസ്കാരം നിനക്കാ, എന്റെ ഇബാദത്തുകൾ നിനക്കാ, എന്റെ ജീവിതത്തിന്റെ മുഴുവൻ സൽക്കർമ്മങ്ങളും നിനക്കാണ്. ലില്ലാഹി റബ്ബിൽ ആലമീൻ. ആകാശഭൂമികളെ സൃഷ്ടിച്ച തമ്പുരാനെ നിനക്കാണെന്ന് വിശ്വസിക്കുന്ന, അള്ളാഹുവിനെ മാത്രം ഭയപ്പെടുന്ന, സൃഷ്ടികളെ ഭയപ്പെടാത്ത, സൃഷ്ടാവിന്റെ വൈഭവങ്ങളെ ഭയപ്പെടുന്ന, സൃഷ്ടികളുടെ തന്ത്രങ്ങളെ ഭയപ്പെടാതെ അള്ളാഹുവിന്റെ നീക്കങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു മുന്നോട്ട് പോകുക. അള്ളാഹുവിന്റെ നാട്ടിലെ നല്ലവരായ വിശ്വാസി സമൂഹത്തോട് പറയാൻ, ഇവിടെ പ്രകടനം നടത്തിയ സഹോദരങ്ങള് ജാഗ്രതാ മാർച്ചിലൂടെ വിളിച്ച മുദ്രാവാക്യങ്ങള്, ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാര് ഈ മാർഗത്തിലൂടെ ഓടി നടന്ന് കെട്ടപ്പെട്ടുകൊണ്ട് ജയിൽവാസങ്ങൾ ഏറ്റുകിടക്കുമ്പോഴോ പീഡനങ്ങളും പ്രയാസങ്ങളും ഏൽക്കുന്നത് ഒരു പോപ്പുലർ ഫണ്ടുകാരന് മന്ത്രിയാകാനല്ല, നേതാവാകാനല്ല, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആന്റെ ചോദ്യോത്തരത്തിൽ നിന്ന് പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ട് കടന്നു വന്ന ഒരു സാക്തവാഹക സംഘമാണ് പോപ്പുലർ ഫണ്ട് ഓഫ് ഇന്ത്യ. അതുകൊണ്ട് ഞാൻ പറയുന്ന ഈ നാട്ടിലെ ആളുകളോട് പറയാൻ, നിങ്ങൾ അള്ളാഹു ദൃഷ്ടാന്തത്തെ കുറിച്ച് ചിന്തിക്കാൻ പറയുമ്പോ, അള്ളാഹു ഭൂമി ലോകത്തൊരുക്കിയിരിക്കുന്ന സജ്ജീകരണങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ ഖുർആൻ പറയുമ്പോ, ഈ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സാമൂഹിക മാറ്റങ്ങളെ കുറിച്ച് ഈ വിശ്വാസി സമൂഹം ചിന്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പോപ്പുലർ ഫണ്ട് ഓഫ് ഇന്ത്യയെ കുറിച്ച് നിങ്ങൾ പഠിക്കണം, ചിന്തിക്കണമെന്ന് പറയുമ്പോ, ഇതിന്റെ 4 നൂറ്റാണ്ടിന്റെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോ, കോഴിക്കോട് മയ്യന്നൂരിലെ മദ്രസയിൽ നിന്ന് 17 ആളുകൾ ഒരു തീജ്വാല പോലെ കത്തിച്ചു വിട്ട ആശയമുണ്ടല്ലോ. ഇന്ത്യ രാജ്യത്തിന്റെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ RSSന്റെ സ്വാധീന വലയമുള്ള അവിടങ്ങളിലൊക്കെ സ്വാധീനമെങ്കിലും എത്തിക്കാൻ, അവിടെയെങ്കിലും ഇതിന്റെ ഒരു വാഹകനെങ്കിലും എത്തിപ്പെടാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇത് അള്ളാഹുവിന്റെ സഹായം കൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമാണ്. അള്ളാഹുവിന്റെ ഇടപെടലുകൾ കൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമാണ് പോപ്പുലർ ഫണ്ട് ഓഫ് ഇന്ത്യ. ഇതിന്റെ 4 നൂറ്റാണ്ടിന്റെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോ ഈ വിശ്വാസി സമൂഹത്തിന്റെ ദൗത്യ നിർവഹണത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചൊരു വിഭാഗമാണ്. അതുകൊണ്ട് പറയാൻ, ഇനി നമ്മളെ സത്യത്തിന്റെ പന്താവിന്റെ വഴിവെട്ടി തരാൻ ഇനിയൊരു മുഹമ്മദ് റസൂലുള്ളാഹി നമ്മളുടെ മുന്നിലേക്ക് കടന്നു വരാനില്ല. നമ്മളെ സത്യത്തിന്റെ പന്താവിന്റെ വഴിയിലൂടെ നടത്തിക്കൊണ്ടുപോകാൻ കാലഘട്ടത്തിന്റെ അബൂബക്കർ സിദ്ദീഖുമാര് നമുക്കിനി വരാനില്ല. ഉമർ ഇബ്നുൽ ഖത്താബുമാര് നമ്മളെ നയിക്കാൻ വരാനില്ല. കാലഘട്ടത്തിന്റെ ഇസ്ലാമിന്റെ പ്രതിസന്ധി സാഹചര്യങ്ങൾ രൂപപ്പെട്ടപ്പോ അതിനനുസരിച്ച് വിശ്വാസ സമൂഹത്തെ സജ്ജമാക്കിയ അലി ഇബ്നു അബീ താലിബിന് നമുക്ക് നേതൃത്വ പദവിയിലേക്ക് വരാനില്ല. പോരാട്ടത്തിന്റെ വൈഭവ മേഖലകളിൽ വിശ്വാസികൾക്കും സഹാബാക്കൾക്കും ആത്മവിശ്വാസം കൊടുത്ത ഖാലിദ് ഇബ്നു വലീദ് വരാനില്ല നമുക്ക് നേതൃത്വം തരാൻ. പക്ഷേ പ്രവാചകന്റെ അനന്തരാവകാശികൾ എന്ന നിലയ്ക്ക് കാലഘട്ടത്തിന്റെ അബൂബക്കർ സിദ്ദീഖിന്റെ ദൗത്യ നിർവഹണം നമ്മൾ ഏറ്റെടുക്കുക. പ്രതികൂലതയുടെ സാഹചര്യങ്ങളിൽ തന്റെ ഇടത്തോടുകൂടി ഉമറുൽ ഫാറൂഖിന്റെ പോരാട്ടത്തിന്റെ വൈഭവവും രക്ഷകാലികൾ പിന്നോട്ടടിക്കാത്ത ഉറച്ചു നിൽപ്പലിന്റെ പാതയിലൂടെ നമ്മൾ കാലഘട്ടത്തിന്റെ ഉമറായി മാറുക. പ്രതികൂലതയുടെ സാഹചര്യങ്ങളിൽ വിശ്വാസി സമൂഹത്തിന് ആത്മവിശ്വാസം കൊടുത്ത് സധീരമായി നടത്തിക്കൊണ്ടുപോയ അലി ഇബ്നു അബീ താലിബായി മാറാൻ നമ്മൾ സന്നദ്ധമാകുക, സമർപ്പിക്കുക. അള്ളാഹു നമ്മളെ സഹായിക്കും, അള്ളാഹു നമ്മളെ സഹായിക്കും.
സഹായിക്കും. കഴിഞ്ഞ 33 വർഷത്തെ പോപ്പുലർ ഫ്രണ്ടിന്റെ ചരിത്രത്തിലൂടെ ഒരു മന്ത്രിയുടെ സഹായം ഉണ്ടായിട്ടില്ല, ഒരു MLA-മാരുടെ സഹായം ഉണ്ടായിട്ടില്ല, ഒരു റെക്കമെൻഡുകളില്ലാതെ ആകാശത്തിന്റെ പടച്ചതമ്പുരാനുണ്ടല്ലോ ഭൂമിയുടെ ക്രമീകരണങ്ങൾ സജ്ജമാക്കി തടസ്സങ്ങളില്ലാതെ നീക്കിക്കൊണ്ടുപോകുന്ന അള്ളാഹുവിന്റെ സഹായത്തോടു കൂടിയാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ കടന്നു പോകുന്നതെങ്കിൽ എന്നെ കേൾക്കുന്ന കുന്നത്തേരങ്ങാടിയിൽ നിന്ന് RSSന് വേണ്ടി സിന്ദാബാദ് വിളിക്കുന്ന പോപ്പുലർ ഫ്രണ്ടിനെ ഞങ്ങൾ നിരോധിക്കാൻ സുരേന്ദ്രൻ ഫയലുകളുമായിട്ട് അമിത് ഷാ കണ്ടിട്ടുണ്ടെന്ന് പറയുമ്പോ കൈയടിച്ചു പോയിട്ടുള്ള RSSകാരോട് ഞങ്ങൾക്ക് പറയാൻ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കാനുള്ള രേഖകളുണ്ട് എന്ന് കേന്ദ്ര തടസ്സപ്പെടുത്താമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ RSSകാരാ, നിങ്ങൾ കണ്ട കോൺഗ്രസ് അല്ല പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ, നിങ്ങൾ ഭയപ്പെടുത്തിയ DNK അല്ല പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ, EDയെ കാണിച്ച് ഭയപ്പെടുത്തിയ DK ശിവകുമാർ പോലുള്ള ആളുകളല്ല പോപ്പുലർ ഫ്രണ്ടിന് നേതൃത്വം കൊടുക്കുന്നത്. അള്ളാഹുവിനെ ഭയപ്പെടുന്ന, അള്ളാഹുവിനെ മാത്രം ഭയപ്പെടുന്ന തന്റെ ഇടമുള്ള ഈ സമുദായത്തിന്റെ നിസ്സാർത്ഥരായ ഹാദിമീങ്ങളാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് സാധ്യമല്ല, നിങ്ങളുടെ ഭരണ സംവിധാനങ്ങൾക്ക് ഈ പ്രസ്ഥാനത്തെ പിടിച്ചു കിട്ടാൻ സാധ്യമല്ല. ഇത് ഖുർആന്റെ ചോദ്യത്തിൽ നിന്ന് കരഞ്ഞൊലിച്ച ഉമ്മമാരുടെ RSSകാരൻ കുത്തിനുറുക്കിയ മയ്യത്തിന്റെ മുന്നിൽ കിടന്ന് ഉമ്മയെ ബലാത്സംഗം ചെയ്യുന്നത് കണ്ടിട്ട് പൊട്ടിക്കരഞ്ഞു പോയ ജാവേദ് എന്ന് പറയുന്ന പൊന്നുവാന്റെ കണ്ണിൽ നിന്ന് വലിച്ചു വന്നിട്ട് അല്ലാഹുവേ എന്റെ അമ്മായിയെ ബലാത്സംഗം ചെയ്യുന്നു, എന്റെ ഉമ്മയെ ബലാത്സംഗം ചെയ്യുന്നു, എന്റെ സഹോദരിയെ ബലാത്സംഗം ചെയ്യുന്നു, ഈ കാട്ടാളന്മാരുടെ കൈക്ക് പിടിക്കാൻ ഒരു സഹായം തരണമേ എന്ന് ചോദിച്ച ആ പാവപ്പെട്ട ജാവേദിനെ പോലുള്ള സഹോദരങ്ങളുടെ പ്രാർത്ഥനയുടെ പേരാണ് RSSകാരാ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. ബീഫ് സൂക്ഷിച്ചതിന്റെ പേരിൽ രാജ്യസ്നേഹം മൂത്ത് സ്വന്തം മകനെ ഇന്ത്യയുടെ ഇന്ത്യ രാജ്യത്തിലെ പട്ടാളത്തിലേക്ക് എറിഞ്ഞിട്ടും മുസ്ലിമായതിന്റെ പേരിൽ ബീഫിന്റെ പേരിൽ അടിച്ചു കൊല്ലുമ്പോൾ അള്ളാഹുവേ എന്റെ വാപ്പയെ തല്ലിക്കൊന്ന RSSകാരുടെ കൈക്ക് പിടിക്കാൻ ഒരു തന്റെ ഇടമുള്ള ഒരു വിഭാഗത്തെ നീ തരണമേ. എന്ന് പ്രാർത്ഥിച്ച് കണ്ണുനീരിൽ കുതിച്ച് പ്രാർത്ഥിച്ച പാവപ്പെട്ട മുഹമ്മദ് അഖിലാഖിന്റെ കുടുംബത്തിന്റെ പ്രാർത്ഥനയുടെ പേരാണ് RSSകാരാ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. അതേ ഉമ്മകെടുത്ത ഉണ്ടിയക്കലത്തിലിട്ട പൈസയുമായി ട്രെയിനിൽ കയറിയിട്ട് ഭക്ഷണം ഡ്രസ്സും എടുത്തുകൊണ്ട് പെരുന്നാളിന് പുത്തൻ ഡ്രസ്സുമായി വന്ന ഹരിയാനക്കാരായ ഹാഫിദ് ജുനൈദിന്റെ വികൃതമാക്കപ്പെട്ട അവസാന ചുംബനം കൊടുക്കാൻ പോലും തലയാട്ടി പോലും ബാക്കി വെക്കാതെ ശിഥിലമാക്കിയ RSSകാരന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞ് തന്റെ പിഞ്ചുമോന്റെ മയ്യത്തിനെ ചേർത്ത് പിടിച്ചിട്ട് എന്റെ മകനെ കൈകാര്യം ചെയ്ത RSSകാരന്റെ കൈക്ക് പിടിക്കാൻ ഒരു വിഭാഗത്തെ തരണേ അല്ലാഹ് എന്ന് പ്രാർത്ഥിച്ച ഹാഫിദ് ജുനൈദിന്റെ ഉമ്മയുടെ പ്രാർത്ഥനയുടെ പേരാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. RSSകാരാ മറന്നു പോകേണ്ടതില്ല. ഇതിന്റെ പ്രയാണത്തിന്റെ തുരുത്തുകൾ തുറന്നതേയുള്ളൂ. ഇതിന്റെ യാത്ര മുന്നോട്ട് പോകും ഇൻഷാ അല്ലാഹ്. ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു, ഒന്നല്ലെങ്കിൽ ഈ മാർഗത്തിലുള്ള വിജയം, ഇല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞങ്ങൾക്ക് മുമ്പേ കടന്നുപോയ നിങ്ങളുടെ വാളുകൾക്കിരയായി ഞങ്ങൾക്ക് മുമ്പേ കടന്നുപോയ പുന്നാട്ടിലെ ഷഹീദ് മുഹമ്മദ് കടന്നുപോയ രക്തസാക്ഷിത്വത്തിന്റെ പച്ച പരവതാനിയിലേക്ക് ഞങ്ങൾ കടന്നുപോകും. ഞങ്ങൾക്ക് ആവേശത്തിന്റെ മുത്തുകൾ വാരി വിതറി തന്നുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട സയ്യിദ് സലാഹുദ്ദീന്റെ പാതയിലൂടെ ഞങ്ങൾ കടന്നുപോകും. ഞങ്ങൾക്ക് മുമ്പേ കടന്നുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ RSSകാരാ 40 വെട്ടുമ്പോഴും അവസാനത്തെ വെട്ടി കൊലയുറപ്പിച്ചിട്ട് പോകുമ്പോഴും പ്രിയപ്പെട്ടവരെ അവസാനം പുന്നാട്ട് ജുമാഅത്ത് പള്ളിയുടെ ഖബർസ്ഥാനിൽ അടക്കം ചെയ്യപ്പെടാൻ വേണ്ടി വരുമ്പോൾ സഹധർമ്മിണിയെ കാണിക്കുമ്പോൾ അസ്സലാം യാ ഷഹീദ്, അസ്സലാം യാ ഷഹീദ് എന്ന് പൊട്ടിക്കരഞ്ഞ് പറഞ്ഞ ഞങ്ങളുടെ പ്രിയപ്പെട്ട
ഷാന്റെ ഭാര്യയുടെ കണ്ണുനീരിന്റെ പേരാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. അങ്ങനെ ഞങ്ങളുടെ സഹോദരങ്ങൾ കൊടുത്ത രക്തസാക്ഷിത്വത്തിന്റെ പോരാട്ടത്തിന്റെ പവിത്രമായ വഴികളിലൂടെ ഈ പ്രസ്ഥാനം പോകും. ആകാശഭൂമികളുടെ തമ്പുരാന്റെ പ്രാർത്ഥനകൾ, ആകാശഭൂമികളുടെ തമ്പുരാന്റെ ഇടപെടലുകളിലൂടെ ഈ പ്രസ്ഥാനം കടന്നു പോകും. അതുകൊണ്ട് പറയുന്നു, ഈ നിലനിൽക്കണം, ഈ പ്രസ്ഥാനം കുതിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനകളുടെ ചിറകുകളിൽ, നിങ്ങളുടെ വിഷമങ്ങളുടെ പാതിരാസന്ധികളിൽ എണീറ്റ് തഹജ്ജുദിൽ തലകുനിച്ചിട്ട് മക്കളുടെ പ്രയാസങ്ങൾ പറയുമ്പോ, ബിസിനസിന്റെ പോരായ്മകൾ പറയുമ്പോ, നിങ്ങളുടെ റബ്ബിനോട് ഈ പ്രസ്ഥാനത്തെ കൂടെ നിങ്ങൾ ഈ പ്രസ്ഥാനത്തെ കൂടെ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ചിറകിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട്, ഇതിന്റെ സാക്തവാഹകരായി നിങ്ങൾ കടന്നു വരണമെന്ന് പറഞ്ഞുകൊണ്ട്, ഈ പ്രസ്ഥാനം ഈ കാലഘട്ടത്തിലെ ഇന്ത്യൻ ജനതയുടെ വിചാര വായ്പകളിലൂടെ കടന്നു വന്ന പ്രസ്ഥാനമാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. അല്ലെങ്കിൽ സത്യവിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് കാലഘട്ടത്തിന്റെ ദൗത്യ നിർവഹണ ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചിട്ട് ഈ കാലഘട്ടത്തിന്റെ ദൗത്യ നിർവഹണത്തിന്റെ സഭാപയിലൂടെ പോകുന്ന പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ നിങ്ങൾ പഠിക്കുമ്പോ, പ്രിയപ്പെട്ടവരെ, ഇതിനെ തകർക്കാൻ കഴിയാതിരിക്കുന്നത് അന്വേഷണത്തിന്റെ ഏജൻസികളുടെ പരിധികളും അതിർവരമ്പുകളും വിട്ട് ഇതിനെ പൂട്ടാൻ കൂച്ചു തരങ്ങ് വിങ്ങലുകളുമായി വരുമ്പോ ആ ചെങ്ങലക്കെട്ടുകൾക്ക് പൂട്ടാൻ കഴിയാത്ത വിധത്തിൽ മുന്നോട്ട് പോകാൻ അങ്ങും തണലും വിരിച്ചു തരുന്ന അള്ളാഹു ഉണ്ടല്ലോ. അള്ളാഹുവിന്റെ സഹായത്തോടുകൂടി ഈ യാത്രാസംഘം മുന്നോട്ട് പോകും. ഇഡിയുടെയും NIA-യുടെയും CBI-യുടെയും അന്തിച്ചർച്ചകളിൽ നിന്നുകൊണ്ട് പ്രിയപ്പെട്ടവരെ മലീമസവൽക്കരിക്കുന്ന ഈ പ്രസ്ഥാനത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുമ്പോഴും ഈ സമൂഹം, ഈ രാജ്യത്തെ ജനത പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയോടൊപ്പം ഉണ്ടാകും. അവര് പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഇന്ത്യയിൽ ഉയർന്നു വരുന്ന ഒരു പുത്തൻ ആശയ സംഗതിയാണ് പോപ്പുലർ ഫ്രണ്ട്. RSSന്റെ ഉറക്കം കെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. പാതിരാത്രിയുടെ ഉറക്കം കെടുത്തിക്കൊണ്ട് യോഗി ആദിത്യനാഥ് പ്രസംഗിക്കുമ്പോൾ പലതവണ PFI എന്ന് വിളിച്ച് കേരളത്തിൽ പോലും വന്ന് തെരഞ്ഞെടുപ്പ് റാലികളിൽ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് ഇവരുടെയൊക്കെ ഉറക്കം കെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോ, ആസാമിലെ ധരംഗ് ജില്ലയിലെ വിശ്വാസി സമൂഹത്തോട് പോകണമെന്ന് പറയുമ്പോ ഞങ്ങൾ പോകൂല എന്ന് പറയുമ്പോ, ഹിമന്ത് ബിശ്വ ശർമ്മയുടെ മുഖത്ത് നോക്കി സാധ്യമല്ല എന്ന് പറയുമ്പോ, അദ്ദേഹം വന്നിട്ട് ആസാമിൽ വന്ന് വാർത്താ സമ്മേളനം നടത്തിയിട്ട് അവരുടെ പിന്നിൽ ആത്മവിശ്വാസം കൊടുത്തത് പോപ്പുലർ ഫ്രണ്ട് ആണെന്ന് പറയുമ്പോ, ഇൻഷാ അല്ലാഹ് ഈ കാലഘട്ടത്തിന്റെ അനിവാര്യതയുടെ പ്രസ്ഥാനമാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. ഈ നൂറ്റാണ്ട് കൊതിച്ചുകൊണ്ടിരുന്ന ഇന്ത്യയുടെ വിമോചനത്തിന്റെ പ്രത്യയശാസ്ത്രത്തിന്റെ ഐഡിയോളജിയുടെ പ്രത്യയശാസ്ത്രമാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ മുന്നോട്ട് വെക്കുന്ന പുതിയ ഇന്ത്യയുടെ പ്രയാണത്തിൽ നിങ്ങൾ ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്ത്യയെ വീണ്ടെടുക്കണം. ബ്രിട്ടീഷുകാർക്കെതിരെ പോരടിക്കാൻ സൈനുദ്ദീൻ മഖ്ദൂമിനെ പോലുള്ള ആളുകൾ തൗഫത്തുൽ മുജാഹിദീൻ പോലെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ, ഫതഹുൽ മുഈൻ പോലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ, പോരാട്ടത്തിന്റെ വൈഭവങ്ങളിലേക്ക് വിശ്വാസി സമൂഹത്തിന്റെ കൈപിടിച്ച് ആനയിച്ചു കൊണ്ടുപോയ മമ്പുറം സയ്യിദ് അലവി തങ്ങളുടെ പോരാട്ടം അത് ബ്രിട്ടീഷുകാർക്കെതിരെയാണ്. രാജ്യത്തിന്റെ സമാധാന അന്തരീക്ഷത്തെ തകർത്ത അധിനിവേശക്കാർക്കെതിരെയാണ്. രാജ്യത്തെ ഹിന്ദു മുസ്ലിം സൗഹൃദം തകർത്ത അധിനിവേശക്കാർക്കെതിരെയായിരുന്നു. രാജ്യത്തിന്റെ വിഭവങ്ങൾ കൊള്ളയടിച്ച അധിനിവേശക്കാർക്കെതിരെയായിരുന്നു. രാജ്യത്തിന്റെ വിഭവങ്ങള്, രാജ്യത്തിന്റെ ടെക്നോളജികളെയും ഒറ്റുകൊടുത്ത അല്ലെങ്കിൽ സ്വരാജ്യത്തേക്ക് കടത്തിക്കൊണ്ടുപോയ അധിനിവേശ ശക്തികൾക്കെതിരെയാണ് നമ്മളുടെ പൂർവികര് സ്വാതന്ത്ര്യ സമരത്തിന്റെ പോരാട്ടം നടത്തിയതെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് നിങ്ങളെ വിളിക്കുന്നു. ഇന്ത്യ രാജ്യത്തേക്ക് കടന്നു വന്ന ആര്യ ബ്രാഹ്മണ ശക്തികളുണ്ടല്ലോ, അവരെ നിയന്ത്രിക്കുന്ന വിചാരധാരയുടെ ഐഡിയോളജി വെച്ച് മുന്നോട്ട് പോകുന്ന RSS എന്ന ഭരണകൂട ഭീകരത പ്രസ്ഥാനത്ത്, രാജ്യവിരുദ്ധ പ്രസ്ഥാനത്ത്, ഇന്ത്യ കണ്ട ലക്ഷണമൊത്ത ഭീകര പ്രസ്ഥാനമാണ് RSS. രാജ്യത്തിന്റെ ടെക്നോളജികളെ ഒറ്റുകൊടുത്ത പാകിസ്ഥാന്റെ IS-ന് വേണ്ടി ഒറ്റുകൊടുത്ത പ്രസ്ഥാനമാണ് RSS എന്ന് പറയുമ്പോ, രാജ്യത്തിന്റെ പാർലമെന്റ് ആക്രമണം നടത്തിക്കൊണ്ട് പാവപ്പെട്ട കാശ്മീരുകാരൻ അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിക്കൊണ്ട് രാജ്യത്ത് തടിയൂരാൻ ശ്രമിക്കുമ്പോ രാജ്യത്തിന്റെ പാർലമെന്റ് ആക്രമണത്തെ പോലും ഒറ്റുകൊടുത്തത് RSS ആണെന്ന് പറയുമ്പോ, മോഡിയുടെ ഒന്നാമത്തെ വരവിൽ പാർലമെന്റ് ആക്രമണത്തിന്റെ അതിന്റെ രേഖകൾ മൊത്തം കത്തിച്ചു കളഞ്ഞു എന്ന് പറയുമ്പോ, ഈ RSS പാർലമെന്റ് ആക്രമണത്തിൽ RSS-ന് ബന്ധമുണ്ടെന്ന് പറയുമ്പോ, രാജ്യത്തിന്റെ വ്യവസായ കേന്ദ്രമായ ബോംബെയെ കത്തിച്ച, ബോംബെ അറ്റാക്ക് നടത്തിയതിൽ RSS
എന്ന ലക്ഷണമൊത്ത ഭീകര സംഘടനയ്ക്ക് ബന്ധമുണ്ടോ എന്ന് രാജ്യം ദർശിച്ച ഹേമന്ത് കർക്കരെ എന്ന ഇന്ത്യ കണ്ട ഏറ്റവും നല്ല പ്രൊഫഷണാലിറ്റി ഉള്ള അന്വേഷണ ഉദ്യോഗസ്ഥൻ രാജ്യത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ RSS ഭീകര സംഘടനയാണ്. പിണറായി വിജയന്റെ പോലീസിന് എത്ര അസ്വസ്ഥതയുണ്ടാക്കിയാലും RSSനെതിരെ പ്രസംഗിച്ചാലും കേസെടുത്താലും RSSനെ പറയുമ്പോൾ ഫേസ്ബുക്കിലൂടെ എഴുതിയാലും സോഷ്യൽ മീഡിയയുടെ സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തുമ്പോ 153A പ്രകാരം കേസെടുത്താലും പിന്തിരിയുകയില്ല. RSSനെതിരെയുള്ള പോരാട്ടം ഇന്ത്യയിലെ ഓരോ ദേശാഭിമാനികളുടെയും ഭാഗതയാണ്. അവരുടെ ജീവിതത്തിന്റെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത സംഭവമായി മാറിക്കൊണ്ടിരിക്കുന്നു. അത് മാറേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് പോകുന്നത്. ബ്രിട്ടീഷുകാരെ നാട് കടത്തേണ്ടത് ഫർദയിലാണെന്ന് നമ്മളുടെ നമ്മുടെ പൂർവികരായ പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ RSSനെ നാട് കടത്തേണ്ടത്, ഈ വിചാരധാരയുടെ പ്രത്യയശാസ്ത്രത്തെ കുടിച്ചു മൂടേണ്ടത് ഇന്ത്യയിലെ ഓരോ വിശ്വാസി സമൂഹത്തിന്റെയും ബാധ്യതയാണ്. അത് നമ്മൾ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ ദൗത്യ നിർവഹണത്തിന്റെ മുന്നിലാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഉള്ളത്. അതുകൊണ്ട് ഒരുത്തനെയും ഭയപ്പെടൂല. ഖാലിഖായ റബ്ബിന്റെ മുന്നിലല്ലാതെ, റാസിഖായ റബ്ബിന്റെ മുന്നിലല്ലാതെ, മാലിക്കുൽ മുലൂക്കായ അല്ലാഹുവിന്റെ മുന്നിലല്ലാതെ ഈ ശിരസ് കുലിക്കില്ല. ഒരു ഇന്ത്യയുടെ മുന്നിൽ കുലിക്കൂല, ഒരു CBIയുടെ മുന്നിൽ കുലിക്കൂല, ഒരു ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ മുന്നിൽ കുലിക്കൂല. ജയിലുകളിൽ കിടക്കേണ്ടി വരുമ്പോഴും രക്തസാക്ഷിത്വം ഏറ്റെടുക്കേണ്ടി വരുമ്പോഴും അല്ലെങ്കിൽ പോലീസിന്റെ പീഡനങ്ങളേക്കുമ്പോഴും ഞങ്ങളുടെ പ്രവർത്തകർ അലപുരയിട്ടിട്ടില്ല. ഹസ്ബുനല്ലാഹ് 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 എന്നാണ് വിളിച്ചു പറഞ്ഞതെങ്കിൽ അല്ലാഹു മതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിനല്ലാതെ ഈ സംഘത്തിന്റെ മേലെ ഒരു ചരൽ മണ്ണ് പോലും വാരിയിടാൻ കഴിയുകയില്ല എന്നത് ഇതിന്റെ 33 വർഷത്തിന്റെ ചരിത്ര പ്രയാണത്തിന്റെ കുതിപ്പിന്റെ ഉദാഹരണങ്ങളായി നിൽക്കുമ്പോൾ ഈ പ്രസ്ഥാനത്തെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് കാലഘട്ടത്തിന്റെ ദൗത്യ നിർവഹണത്തിന്റെ മുന്നിൽ നാളെ അല്ലാഹുവിന്റെ മഹ്ശറയിൽ 5 കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുമെന്ന് റസൂലുള്ള പറയുമ്പോ അവന്റെ യുവത്വത്തെ കുറിച്ച് റസൂലുള്ള ചോദിക്കുമെന്ന് അല്ലാഹു ചോദിക്കുമെന്ന് ഹബീബായ തങ്ങൾ പറയുമ്പോ അല്ലാഹുവേ എന്റെ യുവത്വം ഇന്ത്യയിലെ ഈ രാജ്യം പടുത്തുയർത്താൻ വേണ്ടി കഷ്ടപ്പെട്ട ഞങ്ങളുടെ പൂർവികരുടെ അസ്തിത്വത്തെയും വ്യക്തിത്വത്തെയും സമർപ്പണത്തെയും കുടിച്ചു മൂടിയ ഈ രാജ്യത്തേക്ക് കടന്നു വന്ന വൈദേശിക ഫാസിസ്റ്റ് വർഗത്തിനെതിരെ എന്റെ രാജ്യത്തെ വീണ്ടെടുക്കാൻ ഞാൻ പോരടിച്ചു തമ്പുരാരെ, ആ മാർഗത്തിൽ സമർപ്പിച്ചു തമ്പുരാരെ, ആ മാർഗത്തിൽ ജീവൻ കൊടുത്തു തമ്പുരാരെ, ആ മാർഗത്തിൽ രക്തം കൊടുത്തു തമ്പുരാരെ, ആ മാർഗത്തിൽ ജയിലറയിൽ കിടന്ന് തമ്പുരാരെ എന്ന് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടാവണം. അതുകൊണ്ട് ഈ പോരാട്ടത്തിന്റെ തുരുത്തുകളിൽ നിങ്ങൾ ഉണ്ടാകണമെന്ന് ഈ കുന്നത്തേരിയിലെ ഈ സമയങ്ങളിൽ 1.5 മണിക്കൂറിന്റെ മേലെ എന്നെ കേട്ട വിശ്വാസി സമൂഹത്തെ ഈ യാത്രാ സംഘത്തോടൊപ്പം നിങ്ങൾ ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പോരാട്ടം പോപ്പുലർ ഫ്രണ്ടിന്റെ ഏതെങ്കിലും നേതാവിന് വേണ്ടിയല്ല, ഈ രാജ്യത്തെ മർദ്ദിത പിന്നോക്ക മത ന്യൂനപക്ഷ വിഭാഗത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ്, അവരുടെ ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടിയാണ്, രാജ്യത്തിന്റെ സുരക്ഷിതമായ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ നിങ്ങൾ ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ 33 വർഷക്കാലം നിങ്ങളുടെ പ്രാർത്ഥനയുടെ ചിറകിലേറി പറന്നുകൊണ്ടിരിക്കുന്ന ഈ യാത്രാ സംഘത്തെ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഞങ്ങളുടെ നേതൃത്വങ്ങളെ ഉൾപ്പെടുത്തണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ജയിലറകൾക്കുള്ളിൽ കഴിയുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. രക്തസാക്ഷികളായ ഞങ്ങളുടെ സഹോദരങ്ങളുടെ കുടുംബങ്ങളെ, പ്രിയപ്പെട്ട പൊന്നുമക്കളെ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട്, നിങ്ങളുടെ പ്രാർത്ഥനകളിൽ പാവപ്പെട്ട ഞങ്ങളുടെ സഹോദരങ്ങളെ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട്, വിനീതനെയും ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞ് എന്നെ കേട്ട ഈ കുന്നത്തേരിയിലെ ജനാധിപത്യ വിശ്വാസികളെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഇവിടത്തെ സാധാ പ്രവർത്തകരോട് ചോദിച്ചു മനസ്സിലാക്കിക്കൊണ്ട് ഈ കാലഘട്ടത്തിന്റെ ദൗത്യ നിർവഹണത്തിന്റെ യാത്രാ സംഘത്തിൽ ഭാഗതയെ നിർണയിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ സഹോദരങ്ങളും RSS വിരുദ്ധ ചേരി ഇന്ത്യയിൽ ശക്തിപ്പെടുത്തുന്ന പോപ്പുലർ ഫ്രണ്ടിന് മുന്നിൽ അണിനിരക്കണമെന്ന് ഓർമ്മപ്പെടുത്തി ഇതിനെ പഠിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മീഡിയയുടെ അജണ്ടകളെ മാറ്റിവെച്ചുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ യാത്രയോടൊപ്പം യാത്ര ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഈ പ്രാർത്ഥനകളിൽ നിങ്ങളുടെ വിനീതനായ എന്നെയും ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വാഹിറുദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, നമ്മുടെ ഈ പരിപാടിയിൽ മുഖ്യ വിഷയം അവതരിപ്പിച്ച
പ്രിയപ്പെട്ട സഹോദരൻ ഫൈസൽ കോട്ടയം അതുപോലെ ഈ പരിപാടി ആദ്യാവസാനം വീക്ഷിക്കുകയും ഈ പരിപാടിക്ക് വേണ്ടി എല്ലാ നിലക്കും സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്ത മുഴുവൻ ആളുകൾക്കും പ്രിയപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു. ഈ പരിപാടി അധ്യക്ഷന്റെ അനുമതിയോടെ അവസാനിച്ചായി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.